എപ്പോൾ വേണമെങ്കിലും ട്രസ്റ്റിയെ നമുക്ക് മാറ്റാം. അതിന് ഫോം ഇവിടെയുണ്ട്. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ നമുക്ക് ഫോം അയച്ചു തരും. പിന്നെ പലരുടെയും ചോദ്യമാണ്, ഞാൻ ഇവിടുന്ന് എടുക്കുന്ന ഇൻഷുറൻസ് ഈ രാജ്യം വിട്ടു പോയി കഴിഞ്ഞാൽ അത് വാലിഡ് ആണോ എന്ന്. തീർച്ചയായിട്ടും വാലിഡാണ്. പക്ഷേ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. 30 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഈ രാജ്യം വിട്ടു പോകുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ ഇൻഫോം ചെയ്യണം. നമ്മൾ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് വിദേശ രാജ്യത്ത് പോയി ജീവിക്കാം. പക്ഷേ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ഇൻ സ്റ്റെർലിംഗ് പൗണ്ടിൽ ആയിരിക്കണം. ദാറ്റ്സ് ഓൾ. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് ഒരു ഡെത്ത് വന്നാലും അത് കവേർഡാണ്. പലരും പലതരത്തിൽ പറഞ്ഞ് പറ്റിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില കമ്പനികളുടെ പ്രോഡക്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പൈസ കിട്ടിയായിരുന്നു. സത്യത്തിൽ തെറ്റാണത്. കാരണം എന്താ, ആ പ്രോഡക്റ്റ് അവർ വിൽക്കുന്നില്ല. അതുകൊണ്ട് മറ്റവരുടെ കയ്യിലിരിക്കുന്ന ആ പ്രോഡക്റ്റ് മാറ്റിയിട്ട് ഇവരുടെ കയ്യിലുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ സെയിൽസ് ട്രിക്കുകളാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള ട്രാപ്പിലൊന്നും പോയി വീണേക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റിനകത്ത് കസ്റ്റമർ സർവീസ് നമ്പർ ഉണ്ട്. നിങ്ങൾക്കൊരു അഡ്വൈസർ ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് അവിടെ വിളിക്കുക. നിങ്ങൾക്ക് അഡ്വൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ അഡ്വൈസറെ വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കുക, ഇന്ന പോലെ പറയുന്നുണ്ട് ശരിയാണോ, നിങ്ങൾക്ക് കൃത്യമായ ആൻസർ കിട്ടും. പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് എടുത്തു വെച്ച ആളുകൾക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിട്ടിക്കൽ ഇൽനെസ് എടുത്തു വെച്ച ആൾക്ക് വിദേശ രാജ്യത്ത് പോയി അവിടെ നിന്നാണ് ഒരു ഡയഗ്നോസ് ചെയ്ത് അവിടുത്തെ ഡോക്ടറിലൂടെയാണ് ഒരു ഡയഗ്നോസ് വന്നത് എങ്കിൽ ആ ഡയഗ്നോസിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ലീവിന് പോയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്, സ്റ്റെർലിംഗ് പൗണ്ട് ഇവിടെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ വേറെയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുന്ന് മെഡിക്കൽ ഡീറ്റെയിൽ എടുത്ത് ഇവിടെ കൊണ്ടുവരിക. അത് അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായാലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ക്ലെയിം ഇവിടുത്തെ GPയുടെ അറിവോടുകൂടി GPയുടെ ഒരു സർട്ടിഫിക്കേഷനാണ് നമുക്ക് ആവശ്യം. ഫോർ എക്സാമ്പിൾ, ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പിന്നെന്താണ് ഇൻകം പ്രൊട്ടക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്ന വ്യക്തി നാട്ടിൽ ചെന്നിട്ട് സുഖമില്ലാണ്ടായി നമുക്ക് നാട്ടിൽ ചെന്ന് സിക്കായി കിടന്നാൽ ഇവിടെ പൈസ കിട്ടില്ല. നമ്മൾ ഈ രാജ്യത്ത് തന്നെ സിക്കായി, കാരണം ഇവിടുത്തെ GP ആണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. GP ആണ് നമുക്ക് സിക്ക് നോട്ട് തരേണ്ടത്, ഇയാൾക്ക് എത്ര നാൾ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ അതേസമയം നാട്ടിൽ ക്രിട്ടിക്കൽനെസ് ഡയഗ്നോസ് ചെയ്തു, ആ വ്യക്തി അവിടുന്ന് ലീവ് കഴിഞ്ഞു ഇവിടെ വന്ന് ക്ലെയിം ചെയ്താൽ മതി. ആ സർട്ടിഫിക്കറ്റ് അവിടെ നിന്നുള്ള മെഡിക്കൽ ഡീറ്റെയിൽ ഇവിടുത്തെ GPയുടെ അടുത്ത് നമ്മൾ കൊടുത്ത് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ക്ലെയിമിലേക്ക് പോകാം. മറ്റുള്ളവർ പലതരത്തിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ തിരുത്തണം. അതുപോലെ തന്നെ ഒരു ഡെത്ത് സംഭവിച്ചു, ഏതെങ്കിലും രാജ്യത്ത് വെച്ചൊരു ഡെത്ത് സംഭവിച്ചു, ആ ഡെത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പൈസ കിട്ടിയെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. വേൾഡ് വൈഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും തന്നെ വേൾഡ് വൈഡ് ആണ്. ഈ ലോകത്തിന്റെ ഏതറ്റത്ത് വെച്ച് മരണപ്പെട്ടാലും പൈസ കിട്ടും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു വോർ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി തല വെച്ച് കൊടുത്തിട്ട് മരിച്ച പൈസ കിട്ടിയാലോ കേട്ടോ, അതിനും വേറെ ക്രൈറ്റീരിയ ഉണ്ട്. ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ പൊരിഞ്ഞ് അടി നടക്കുകയാണ്, അവിടെ വോറാണ്. അതിനകത്തേക്ക് നമ്മൾ എന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല. അത് മറ്റേ മരത്തെ കയറിയിട്ട് താഴോട്ട് ചാടുന്ന പോലെയല്ലേ, അറിഞ്ഞുകൊണ്ട് രാപത്തിൽ ചെന്ന് പെടുകയല്ലേ. ഓരോന്നിനും അതിൻ്റെതായ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ആത്മഹത്യ ചെയ്താലും പൈസ, നിങ്ങളാരും അത് മണ്ടത്തിലൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ അതിന്റെ എല്ലാ വിവരം പറയണമല്ലോ എന്നോർത്ത് പറയുന്നതാണ്. ഒരു പോളിസി എടുത്തൊരു വ്യക്തി ആത്മഹത്യ ചെയ്താലും പൈസ കിട്ടും. പക്ഷെ 1 വർഷം കഴിയണം. 1 വർഷം പോളിസി എടുത്ത് 1 വർഷം കഴിഞ്ഞിട്ട് ആ വ്യക്തി ആത്മഹത്യ ചെയ്താലും പൈസ കൊടുക്കണമെന്നാണ് നിയമം. എന്നാൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു പോളിസി എടുത്തിട്ട് 15 വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഈ 15 വർഷം കഴിഞ്ഞിട്ട് ഒരു വ്യക്തി ആൽക്കഹോൾ കഴിച്ച് ആക്സിഡന്റിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിച്ച് ഉറക്കത്തിലങ്ങ് മരണപ്പെട്ടു, ഹാർട്ട് അറ്റാക്ക് ഏതെങ്കിലും തരത്തിൽ. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇയാൾ ആൽക്കഹോൾ അമിതമായി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തി മരണപ്പെട്ടതെന്ന് അവരുടെ റിപ്പോർട്ട് വന്നാൽ ഇവർ പുനഃപരിശോധിക്കും. എങ്ങനെയാണ് പുനഃപരിശോധിക്കുന്നത് അറിയോ? നേരെ ഞാൻ ആദ്യം പറഞ്ഞ ബാക്ക് ഡേറ്റിലേക്ക് പോകും. ബാക്ക് ഡേറ്റിൽ ഈ പോളിസി എടുക്കുന്ന സമയത്ത് ഈ വ്യക്തി ആൽക്കഹോൾ കഴിച്ച് കൺസംഷൻ കൂടുതൽ അതിൻ്റെ ഉപയോഗം കൂട്ടുകയും ഏതെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ സ്വീകരിക്കുകയും നേഴ്സ് അപ്പോയിൻമെൻറ്റോ ഡോക്ടർ അപ്പോയിൻമെൻറ്റോ എടുത്ത് അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റിലേക്ക് എങ്ങാനും പോയിട്ടുണ്ട് എന്ന് അതിനകത്ത് GPയുടെ റിപ്പോർട്ടിൽ ഉണ്ടാവുകയും അത് നമ്മളുടെ ഈ മെഡിക്കൽ എടുത്തപ്പോൾ, ഇൻഷുറൻസ് എടുത്തപ്പോൾ അത് കാണിക്കാതിരിക്കുകയും ചെയ്തിട്ട് ഈ വ്യക്തി 10-15 വർഷം കഴിഞ്ഞ്
ഈ ആൽക്കഹോൾ കൺസംഷൻ കൂടിയതിൻ്റെ പേരിൽ മരണപ്പെട്ടാൽ 10 പൈസ കിട്ടിയില്ല. അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എടുക്കുന്നത് വരെയുള്ള മുഴുവൻ ഇൻഫർമേഷനും, മെഡിക്കൽ ഹെൽത്ത് സംബന്ധമായ മുഴുവൻ ഇൻഫർമേഷനും നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അടക്കമുള്ള അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ആൻസർ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയും പിറ്റേ ദിവസം നമുക്കൊരു രോഗം ഡയഗ്നോസ് ചെയ്താൽ, അല്ലെ പിറ്റേ ദിവസം മുതൽ മദ്യപാനം കൂടി നമ്മൾക്ക് എന്തെങ്കിലും തകരാറ് പറ്റി, അല്ലെ മദ്യം കഴിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടാലും, വീട്ടിനകത്ത് ഒരു സ്ഥലത്ത് അത് വണ്ടിയിൽ കയറി മദ്യം കഴിച്ച് ആക്സിഡന്റ് ആയിട്ട് മരിച്ചാൽ 10 പൈസ കിട്ടിയല്ലോ കേട്ടോ, അത് വേറെ കാര്യം. നമ്മൾ മരണപ്പെട്ടാൽ ഈ പറഞ്ഞ വീട്ടിൽ കിടന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ മരണം സംഭവിച്ചാൽ നമുക്ക് പൈസ കിട്ടാതിരിക്കില്ല, കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ പ്രീവിയസ് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പോളിസി എടുക്കുന്നത് വരെയുള്ള എല്ലാ ഇൻഫർമേഷനുകളും നമ്മൾ കൊടുത്തിരിക്കണം, ഒന്നും ഹൈഡ് ചെയ്യരുത്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പലരും നമ്മൾ വണ്ടിയിൽ ഇൻഷുറൻസ് എടുക്കുന്നവരായാലും നമ്മുടെ ലൈഫ് കവർ അങ്ങനെയുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ പോലും ഇൻഷുറൻസ് എടുത്ത വ്യക്തി ഒരു ആൽക്കഹോളിൻ്റെ പേരിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും ക്ലെയിം ചെയ്യും, നമുക്ക് ക്ലെയിം അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ആൽക്കഹോളിൻ്റെ പേരിൽ ഏത് തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിൽ പെട്ടാലും നമുക്ക് ക്ലെയിം കിട്ടുകയില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇവിടെ ആൽക്കഹോളൊക്കെ കഴിച്ചിട്ട് ഒരുപാട് ആളുകൾ ഈ പാർട്ടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചു പോകുന്നൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് ലിമിറ്റ് കഴിച്ചിട്ട് പോകുന്നതാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ആ ലിമിറ്റ് പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയോ, ഒരു തുള്ളി പോലും കഴിക്കാത്ത ഒരാൾ ഇങ്ങോട്ട് ആബ്സെന്റ് മൈൻഡിൽ വന്നിട്ട് അണ്ടർ ലിമിറ്റിൽ മദ്യം കഴിച്ചു എന്ന് പറയാം. ആ മദ്യം കഴിച്ചാൽ നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് ഒരു തുള്ളി പോലും മദ്യം കഴിക്കാത്തൊരു വ്യക്തി അയാളുടെ ബ്രേക്ക് പോയി അല്ല ഏതെങ്കിലും തരത്തിൽ അയാളുടെ ആബ്സെന്റ് മൈൻഡിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇടിച്ചെന്ന് വെച്ചു. അപ്പോൾ ആരാന്നറിയോ കുറ്റം ചെയ്തത്? നമ്മളാണ്. കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൽ കുറച്ച് ആൽക്കഹോൾ ഉണ്ടായിരുന്നു. മതി, നമ്മുടെ പണി നമുക്ക് വേണ്ട ഇത് അതിനകത്ത് വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് തുള്ളി മദ്യം പോലും കഴിച്ചിട്ട് നമ്മൾ വണ്ടി കയറിയിരുന്ന് വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. അത് ഇംഗ്ലീഷുകാരെ കണ്ടുപിടിക്കുക. അവർ തൊടിയല്ല, ഒരുമാതിരിപ്പെട്ട ബുദ്ധിയുള്ളവർ ആരും തന്നെ അവർ ടാക്സി പിടിച്ചു പോകും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. നിങ്ങളുടെ ക്വയറി അനുസരിച്ച് ഇനി ബാക്കി നമുക്ക് പോകാം. ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കിനി ഈ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും കാര്യം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഒരാളുടെ ക്വയറിക്കുള്ള ആൻസറാണ്, ഒരു ഇൻഷുറൻസ് കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു ആൻസറാണ്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, I can confirm we will continue to provide you with cover if you move overseas as long as continue to make payments to the plan from a UK bank account. Please note that any claim outside of the UK is subject to additional claim requirements. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഓക്കെ. ഇനി നാട്ടിൽ ചെന്ന ഒരാൾ അല്ലെങ്കിൽ വിദേശത്ത് പോയ ഒരാൾ ക്രിട്ടിക്കലായി അവിടെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അതൊരു സ്പെഷ്യൽ സിനാരിയോയാണ്. അവിടെ ആണ് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റ് ടു അഡീഷണൽ ക്ലെയിം റിക്വയർമെൻറ്റ്സ് ഉണ്ടായിന്. അതായത് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ ബെനഫിറ്റിലുള്ള ആളുടെ റൈറ്റ് റിഫ്യൂസ് ചെയ്യുവാൻ ഇൻഷുറൻസ് കമ്പനിക്ക് റൈറ്റ് ഇല്ല. അവർക്ക് ക്ലെയിം കൊടുക്കാം. അതിനവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരെ ഇവർ നമ്മളോട് പറഞ്ഞ് അവിടെ അറേഞ്ച് ചെയ്യുകയും ഈ വ്യക്തിയുടെ രോഗത്തിൻ്റെ വിശദാംശങ്ങൾ പേപ്പറിലൂടെ ഇവർക്ക് കിട്ടുന്നതിന് മുമ്പ് അവരുമായി കൺസൾട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഇവരുടെ ക്ലെയിം നമുക്ക് മേടിച്ചു കൊടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇനി കൂടുതലായ കാര്യങ്ങളിലേക്ക് പോകാൻ ഇതിനെ സംബന്ധിച്ച് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പ്രൊബേറ്റ്, അതായത് ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് ജസ്റ്റിസ് ദ ഡിസ്ട്രിക്ട് പ്രൊബേറ്റ് രജിസ്ട്രി അറ്റ് ബർമിംഗാം. അത് ബർമിംഗാമിൽ നടന്ന ഒരു റിയൽ സംഭവമാണ്. അത് അതിൻ്റെ ഒരു സിനാരിയോയാണ് ഞാൻ പറഞ്ഞത്. സോ ഇതൊക്കെ നമുക്ക് ഇവിടെ റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്.
ഇതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ ആദ്യം ഈ ഫീൽഡിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയപ്പോൾ ഒരു പക്ഷേ അതൊരു ബിസിനസ് ആയിരിക്കും, ബിസിനസ്സിൻ്റെ ഒരു എന്താ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിനകത്തൊരു റിയാലിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 3500ഓളം അഡ്വൈസേഴ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് ക്ലാസ് തന്ന ആൾ വളരെ അറിവുള്ളൊരു മനുഷ്യനാണ്. അയാൾ ആദ്യം കൊണ്ടുവന്ന് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇത് കിട്ടുന്നതാണോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇത് കിട്ടുന്നതാണോ നല്ലത്, അതോ ഇത് കിട്ടുന്നതാണോ ആവശ്യം എന്ന്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ചെക്കാണ്, അതോ ഇതാണോ, ഇതൊരു പൂച്ചെണ്ടാണ്. ഒരു സാധാരണ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു പൂച്ചെണ്ട് കിട്ടുന്നത് ആവശ്യമാണ്. പക്ഷേ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ആ കുടുംബത്തിനാവശ്യം തീർച്ചയായും ഒരു ചെക്കാണ് എന്ന് ഞാൻ പറയും. അല്ലാതെ ആ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ, ആ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ ഫേസ് ചെയ്യുവാൻ നമുക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ആക്ട് റൈറ്റ് നൗ. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും റൈറ്റ് ടൈമിൽ എടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അത് നമുക്കൊക്കെ വലിയ പ്രതിസന്ധികളെ നേരിടാൻ ഉള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് മാറി ചിന്തിക്കണം എന്ന് ഞാൻ ദയവായി നിങ്ങളോട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ ഏകദേശം കവർ ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബിന്ദു എന്നോട് ചോദിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പറയാം. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, അതിലൂടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് വരാം. എന്താ ബിന്ദു? അല്ല, സാധാരണയായിട്ട് ഏതൊക്കെ കവറാണുള്ളത്? അതായത് ലൈഫ് കവർ ഉണ്ട്, ഇൻകം പ്രൊട്ടക്ഷൻ. യെസ്, തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. സാധാരണഗതിയിൽ ലൈഫ് കവർ അത് ഞാൻ ഒരു സിനാരിയോയിൽ കൂടെ തന്നെ നിങ്ങളോട് പറയാം. ഇപ്പം നമ്മൾ ഈ സാധാരണ കുറേ ആളുകൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു ഫ്ലിപ്പ് ബോർഡൊക്കെ വെച്ച് ഗ്രാഫ് വരച്ച് അത് അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ അതിനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഒരു സർക്കിൾ നമ്മുടെ ഒക്കെ ആ ഒരു ഭാവനയിൽ കാണട്ടെ. ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ 4 കോളം കിട്ടി. ഈ 4 കോളം എന്ന് പറയുന്നത് ഫില്ല് ചെയ്യുമ്പോഴാണ് ഒരു ഫാമിലിയുടെ മൊത്തം പ്രൊട്ടക്ഷൻ പൂർണ്ണമാകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു കോളത്തിൽ ഒരു ലൈഫ് കവർ ആണെന്ന് വിചാരിക്കുക. ഒരു കോളത്തിൽ ഒരു ലൈഫ് കവർ, അടുത്ത കോളത്തിൽ ഒരു ക്രിട്ടിക്കൽ ഇൽനസ്, അതിനടുത്ത കോളത്തിൽ ഒരു ഇൻകം പ്രൊട്ടക്ഷൻ, അതിൻ്റെ അടുത്ത കോളത്തിൽ ഒരു ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ആ 4 കോളം ഫില്ലായി. പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ എല്ലാം സേഫാണ്, ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. 2 വിധത്തിൽ ഇൻഷുറൻസ് എടുക്കാമെന്ന് ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? 1 ആശ്വാസത്തിന് വേണ്ടിയും 2 ആവശ്യത്തിന് വേണ്ടിയും. ആശ്വാസത്തിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ഒരു പ്രതിസന്ധി വന്നാൽ എന്നെ ഹെൽപ്പ് ചെയ്യില്ല. അങ്ങനെ ഇവിടെ അടുത്ത ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പേര് പറയാൻ നിർവാഹമില്ല. ഒരു മലയാളി ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് മരണപ്പെട്ടു. ചെറുപ്പക്കാരൻ, 38 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വൈഫ് ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പലപ്പോഴും ഈ ഇൻഷുറൻസിന്റെ കാര്യമൊക്കെ കൂട്ടുകാരികൾ പറയുന്നത് കേട്ടുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് ചോദിക്കുമായിരുന്നു, നമുക്കൊക്കെ ഉള്ള ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പല സംഭവങ്ങളും കേട്ടതുകൊണ്ടായിരിക്കും അവർ ചോദിക്കും. എല്ലാം ഉണ്ടടി, കംപ്ലീറ്റ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്, ഒന്നും നീ പേടിക്കണ്ട, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ. പക്ഷെ ഈ പറഞ്ഞ വ്യക്തി 38 വയസ്സ് ഉള്ള ആൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന അയാൾ ഒരിക്കലും കരുതിയില്ല. ആ വ്യക്തി ഒരു അറ്റാക്ക് ഉണ്ടായി മരണപ്പെട്ടു. ഒരു വയസ്സ് പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞും 4-5 വയസ്സുള്ള ഒരു കുട്ടിയും ഉള്ള ആളാണ്. ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ബോഡിയെല്ലാം നാട്ടിൽ കൊണ്ടുപോയി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നിട്ട് ഈ ഇൻഷുറൻസിനെ പറ്റി അവർ ചിന്തിക്കും. സാധാരണ ആളുകൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അഡ്വൈസർ ത്രൂ ആണ് ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് അഡ്വൈസറായിരിക്കും. അവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, പിന്നിൽ ഞങ്ങളുണ്ട്, എല്ലാ ക്ലെയിം പ്രൊസീജിയറും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവരെ വേറൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ആശ്വാസം കൊടുക്കാൻ. അതേസമയം ഈ ഓൺലൈനിലോ അവിടുന്ന് ഇവിടുന്ന് ഫോണിൽ നിന്നൊക്കെ എടുത്തു വെക്കുന്നതിന് അങ്ങനെയുള്ള ഒരു ഇത് കിട്ടുന്നില്ല.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞത് വിശ്വസിച്ചു ആ സ്ത്രീ ഇരുന്നു. പക്ഷേ തപ്പി നോക്കി എല്ലാം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഒന്നുമില്ല. ഒരു 10,000 പൗണ്ടിൻ്റെ HSBCയിലോ എവിടെയോ എന്തോ പേഴ്സണൽ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ അവർ കൊടുത്തു ഒരു ജസ്റ്റ് 10,000 പൗണ്ടിൻ്റെ ഒരു ലൈഫ് കവർ. അതും കുറേ മാസങ്ങൾക്ക് മുമ്പ് അത് പൈസ കൊടുക്കാതെ ക്യാൻസലായിപ്പോയി. ഒരു 10 പൈസയുടെ ഇൻഷുറൻസ് ആ വ്യക്തിക്കില്ലായിരുന്നു. ഒന്നാലോചിച്ച് നോക്ക്. ആശ്വാസത്തിന് വേണ്ടി, ആ ഇൻഷുറൻസിൻ്റെ പേരാണ് ആശ്വാസത്തിന് വേണ്ടി എന്ന ഇൻഷുറൻസ്. ആരെങ്കിലും ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വയം ആശ്വസിക്കുവാനുള്ള ഇൻഷുറൻസ്. പക്ഷേ അത് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ ഹെൽപ്പ് ചെയ്തോ? ഇല്ല, ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ 2 വിധത്തിലാണ് ആ ഇൻഷുറൻസ്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നതാണ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നീഡ് അനലൈസ് ചെയ്ത് നമുക്കൊരു ഫാക്ട് ഫൈൻഡ് ഉണ്ടാക്കി അതിലൊരു നീഡ് അനലൈസേഷൻ നടത്തി അതിനകത്ത് എനിക്കൊരു നീഡുണ്ട് എങ്കിൽ മാത്രം, എനിക്ക് അവിടെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ട്, അവിടെ ഒരു നീഡുണ്ട്, അതെനിക്ക് പരിഹരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒന്നാണ് ഇൻഷുറൻസ്. അല്ലാതെ ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഓക്കെ, നമുക്കിവിടെ ഈ പറഞ്ഞ 4 കോളത്തിൽ ആദ്യത്തേതിൽ ഒരു ലൈഫ്, പിന്നെ ഒരു ക്രിട്ടിക്കൽനെസ്, പിന്നെ ഒരു ഇൻകം പ്രൊട്ടക്ഷൻ, പിന്നെ ഇവിടെ ഒരു ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ. ഈ ലൈഫ് കവർ എടുത്ത് വെച്ചിരിക്കുന്ന വ്യക്തി പറയുകയാണ് എനിക്ക് എല്ലാം ഉണ്ട്, ഞാൻ ഫൈനാണെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അതെങ്ങനെ ശരിയാകുന്നത്? ലൈഫ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആഫ്റ്റർ ഡെത്താണ്. ഈ പുള്ളിക്കാരന് ഡെത്ത് സംഭവിച്ചിട്ടില്ല, അല്ലെ ഈ വ്യക്തിക്ക് ഡെത്ത് സംഭവിച്ചിട്ടില്ല, ഇവർക്കൊരു ക്രിട്ടിക്കലാണ് സംഭവിച്ചത് എന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്, പെട്ടെന്നൊന്നും മരണപ്പെട്ടു പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു MS ഉണ്ടായി, മൾട്ടിപ്പിൾ ക്ലിറോസിസ്, ഒരു സ്ട്രോക്ക് ഉണ്ടായി, പാരലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അയാൾക്ക് ആ വ്യക്തിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഏതൊക്കെ തരത്തിലുള്ള ഇമ്പാക്ട് അതിന്റെ പേരിലുണ്ടാവും? വർഷങ്ങളോളം കിടക്കാം. മരണം, ഡെത്ത് അത് ഒരിക്കലും ഒരു മോർട്ടാലിറ്റിയിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ലൈഫ് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമോ? നെവർ. അവിടെ ആ വ്യക്തിക്ക് ഒരിക്കലും ലൈഫിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല സാമ്പത്തികമായിട്ട്. അവിടെ എന്താണ് വേണ്ടത്? ക്രിട്ടിക്കൽ ഇൽനെസിന്റെ ഇമ്പോർട്ടൻസ് ആണത്. നമുക്കിവിടെ ഇത് കിട്ടുന്നുണ്ട്, മരുന്ന് കിട്ടുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്, എല്ലാം ഹൈ ക്വാളിറ്റി കിട്ടുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എനിക്ക് എടുക്കണമെങ്കിലോ? ഇപ്പൊ ക്യാൻസർക്ക് ഓൺഗോയിങ് ട്രീറ്റ്മെന്റ് ആണ്. സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പം ആക്ട് ചെയ്യപ്പെടും. എത്രയോ അസുഖങ്ങൾ, ലെസ് അഡ്വാൻസ്ഡ് ക്യാൻസർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമോ? നെവർ. ദാറ്റ് വി ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ആ ടൈം അവർ തീരുമാനിക്കുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ക്രിട്ടിക്കൽനെസ് ഉണ്ടെങ്കിലോ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50,000 വേണ്ട, ഒരു 25,000 പൗണ്ടിന്റെ ഉണ്ടെങ്കിലോ, നമുക്ക് 25 lakhs അറൌണ്ട് നമുക്ക് പറക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നമുക്ക് ട്രീറ്റ് ചെയ്യാം, നമുക്ക് തിരിച്ചു വന്ന് ബാക്ക് ടു വർക്കിലേക്ക് പോവാം. മരണത്തിലേക്ക് തള്ളിവിടാത്ത എത്രയോ രോഗങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കരകയറാൻ നമ്മുടെ ഒരു ആവശ്യമാണത് ക്രിട്ടിക്കൽനെസ്. ഇനി എല്ലാ അസുഖങ്ങളും ക്രിട്ടിക്കൽ ആണോ എന്ന് ഒരു നിർബന്ധമില്ല. ഈ ക്രിട്ടിക്കലാകാതെ ഒരു നടുവേദന എടുത്തിട്ട് 3 വർഷമായിട്ട് ജോലിക്ക് പോകാത്ത ആളുകളെ എനിക്കറിയാം. ഒരു വയസ്സായ ഒരാളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയപ്പോൾ മിസ്റ്റെപ്പ് ഉണ്ടായിട്ട് മേത്തോട്ട് വീണിട്ട് ബാക്ക് ബോൺ പൊട്ടിയ ഒരാളെ എനിക്കറിയാം. അപ്പൊ ചോദിക്കും കോമ്പൻസേഷൻ. ദർ ഇസ് നോ എനി പ്രൂഫ്. ഒരു പ്രൂഫ് കൊടുക്കാൻ കഴിയാഞ്ഞതിന്റെ പേരിൽ ഇന്നും അവർക്ക് ഒരു 10 പൈസ പോലും കിട്ടിയിട്ടില്ല. അതൊക്കെ കേസും കാര്യമായിട്ട് എത്ര വർഷമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നു, ഇതിന്റെ കേസൊക്കെ ആയിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞ് പൈസ കിട്ടിയിട്ടുള്ള കാര്യം. അപ്പൊ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ചെറിയ അസുഖമാണെങ്കിലും അത് ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കാം. അല്ലെ ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്കായിരിക്കും ഒരു 6 മാസം. ഇപ്പൊ നമുക്കറിയാം NHSൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു 6 മാസം ഫുൾ പേയും 6 മാസം ഹാഫ് പേയ്മെന്റ് കിട്ടും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പലരും ആ കാര്യം ചിന്തിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അവരൊരു സർട്ടൺ ടൈം കഴിഞ്ഞു, 12 മാസം കഴിഞ്ഞു, പിന്നെ അവര് ലെറ്റർ അയക്കും, അതിന്റെ പ്രൊസീജിയറിലേക്ക് കിടക്കും. ടെർമിനേഷൻ പ്രൊസീജിയറിലേക്കാണ് പിന്നെ കിടക്കുന്നത്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഹെൽത്ത്, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഹെൽത്ത് അസസ്മെന്റ്, കൗൺസിലിംഗ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഫോർമാലിറ്റീസിലേക്ക് കടന്ന് ടെർമിനേഷൻ കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല.
അപ്പം നമ്മളുടെ കയ്യിൽ ഒരു ഇൻകം പ്രൊട്ടക്ഷന്റെ പ്രാധാന്യം എത്ര വലുതാണ്. നമ്മുടെ പേയ്മെന്റ് അടയ്ക്കണ്ടേ, നമ്മുടെ ബിൽസ് അടയ്ക്കണ്ടേ, നമ്മുടെ മോർഗേജ് അടയ്ക്കണ്ടേ, റെന്റ് പോണ്ടേ. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഈ രാജ്യത്ത് വേറെ? അപ്പം നമ്മളുടെ ഇൻകം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ ആവശ്യത്തിന്റെ പ്രാധാന്യം. അതിന്റെ അർത്ഥം എനിക്ക് 3000 പൗണ്ട് ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ, അല്ല 5000 പൗണ്ട് ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന ആളാ, അല്ലെ 2000 പൗണ്ട് ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരോട് പറയല നിങ്ങളുടെ സാലറി എത്രയായിരുന്നോ, നെറ്റ് സാലറി എത്രയായിരുന്നോ അത്രയും നിങ്ങൾ ഇൻകം പ്രൊട്ടക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറയും. എന്നോട് എത്രയോ പേര് ഞാൻ കൊടുക്കുകയല്ല. ഞാൻ പറയും നോ, വേണ്ട. ഞാൻ ഇൻഷുറൻസ് കമ്പനികളെ നന്നാക്കാനിരിക്കുന്നല്ല, ഞാൻ എന്റെ ക്ലയന്റിനോടാണ് എനിക്ക് കമ്മിറ്റ്മെന്റ്. മനസ്സിലായില്ലേ? അതായത് ബില്യൺസ് ഓഫ് എമൗണ്ടിന്റെ ആസ്തിയുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഞാൻ ഒരാൾ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഒരാൾ എടുക്കേണ്ടത് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്കാണ് അത് നഷ്ടം. അപ്പൊ പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് 3000 പൗണ്ട് എന്റെ സാലറി, ഒരു 3000 പൗണ്ടിന്റെ പിന്നെ ഇൻകം പ്രൊട്ടക്ഷൻ തന്നേരെ. അതായത് ടോട്ടൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ 60% അത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചില ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് 60% നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പോലും ഇവരുടെ ആവശ്യത്തിൽ കവിഞ്ഞു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ 1000 പൗണ്ടിന്റെ ആവശ്യമുള്ളൂ, പക്ഷേ ഇവർക്ക് 2000 പൗണ്ട് വരെ അപ്ലൈ ചെയ്യാം. അപ്പൊ 2000 ഇങ്ങ് തന്നേരെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്താ കാരണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷറി ലൈഫിലേക്കല്ല നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ എന്താ സർവൈവ് ചെയ്യുക എന്ന ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ ഹോളിഡേക്ക് പോവില്ല, നമ്മൾ ലക്ഷറി ലൈഫിലേക്ക് പോവില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? നമ്മുടെ ബിൽസ് എല്ലാം അടഞ്ഞു പോകണം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ എന്താണ് മോർഗേജ് അടയണം, അല്ലെ റെന്റ് പോകണം, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിന്റെ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുള്ളൂ. അതിനുവേണ്ടി 2000 പൗണ്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ 1000 മതിയോ? 1000 നിർത്തണം. ഇതൊരു സപ്പോർട്ട് ആണ്, ഇറ്റ്സ് നോട്ട് എ ക്യാഷ് ഇൻ വാല്യൂ. അത് കണക്കാക്കിക്കൊണ്ട് പക്ഷെ പലരും എന്താ കൂടുതൽ എമൗണ്ട് എടുത്താൽ കൂടുതൽ പിന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അവർക്കൊക്കെ കമ്മീഷൻ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് കൂടുതൽ കൊടുക്കും. ഐ എം സോറി, ഐ വോണ്ട് ബി. ഞാൻ അവിടെ ഇല്ല എന്ന് നിങ്ങൾ കരുതിക്കൂ. എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എന്റെ ഒരു ക്ലയന്റിന് ഞാനത് കൊടുക്കില്ല. അവരുടെ നീഡില്ല എങ്കിൽ ഞാൻ കൊടുക്കില്ല. എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട് 3 ലക്ഷം പൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ പറയാം. 3 ലക്ഷം പൗണ്ടിന്റെ ലൈഫ് കവറേ അവർക്ക് നീഡുള്ളൂ. കാരണം 3 ലക്ഷം പൗണ്ടിന്റെ ലയബിലിറ്റി അവർക്കുള്ളൂ. അപ്പൊ എന്നോട് പറയാം ഒരു 50,000 കൊണ്ട് കൂട്ടിയിട്ടേരെ എന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? 25,000 കൂട്ടിയിട്ടേരെ എന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് അറിഞ്ഞവര് കൃത്യമായിട്ടത് പറയും. എന്താ അവർ തലയാട്ടും എനിക്കറിയാം. എന്താ കാരണം? ഞാൻ ചോദിച്ചു എന്തിനാ ഇത്? നിങ്ങൾക്ക് അങ്ങനെ നീഡ് ഞാൻ കാണുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞറിയോ, എനിക്കും എന്റെ ഭാര്യയ്ക്കും പേഴ്സണൽ ലോൺ ഉണ്ട് ഒരു 15,000, 10,000, 25,000. പിന്നെ മൊത്തം സ്റ്റോർ കാർഡുകൾ, പിന്നെ എന്താണ് ക്രെഡിറ്റ് കാർഡുകൾ, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 50,000 വരും ചേട്ടാ. അതും കൂടെ അങ്ങ് ഇട്ടോളാൻ. അപ്പൊ ഇയാളെന്താ നാളെ മരിക്കാൻ പോവാണോ? 28 വർഷം, 30 വർഷം, അല്ലെ 20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ടേമിലേക്ക് എടുക്കുന്ന ഇൻഷുറൻസിൽ 5 വർഷമോ 7 വർഷമോ നീണ്ടു നിൽക്കുന്ന ഒരു ലോൺ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഒരു ചതി അവരോട് ചെയ്യാനുണ്ടോ? ഇതെന്തിനാ 28 വർഷം ഇവരെ കൊണ്ട് ഇൻഷുറൻസിന്റെ പൈസ കൊടുക്കുന്നത്? 5 വർഷത്തെ ഒരു പേഴ്സണൽ ലോൺ ആയിരിക്കും, അല്ലെ 3 വർഷത്തെ പേഴ്സണൽ ലോൺ ആയിരിക്കും, അല്ലെ 7 വർഷം കൊണ്ട് തീർക്കേണ്ടതായിരിക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ അവർ നേരെ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ, അവരത് ഡെപ്റ്റ് കളക്ട് ഏജൻസിയിലേക്കും അതുപോലെ തന്നെ അത് പിന്നെ CCJ, അത് കോർട്ട് നടപടികളിലേക്ക് പോകും. അപ്പൊ പിന്നെ ഈ ഇൻഷുറൻസ് എടുത്ത് വെച്ച് 50,000 പ്രീമിയം വെറുതെ കൊടുപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നോ. ഇതൊക്കെയാണ് നീഡ് അനലൈസേഷനിൽ നമ്മൾ ഫൈൻഡിങ്സ്, നമ്മുടെ ഫൈൻഡിങ്സിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ പറഞ്ഞ ക്രിട്ടിക്കൽനെസ്സും പിന്നെ ഇൻകം പ്രൊട്ടക്ഷന്റെ പ്രാധാന്യം അത് തന്നെയാണ്. പിന്നെ ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാ ഏരിയയും കവർ ചെയ്തില്ലെങ്കിലും 3 ഏരിയയെങ്കിലും പറ്റുമെങ്കിൽ കവർ ചെയ്യണം. വേണ്ട 2 ഏരിയയെങ്കിലും കവർ ചെയ്യണം. ലൈഫ്, ഇൻകം എങ്കിലും കവർ ചെയ്യും. കാരണം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം നിന്ന് പോകരുതല്ലോ. ഇവിടെ മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ നമുക്ക് നമ്മളെ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ ലൈഫ്, ക്രിട്ടിക്കൽ, ഇൻകം പ്രൊട്ടക്ഷൻ, ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ്. പിന്നെ ചെല്ലു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബിൽഡിംഗ് കണ്ടന്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ബിൽഡിംഗ് കണ്ടന്റ് എടുത്ത് വെച്ചത് എനിക്ക് സുഖമില്ലാണ്ട് കവർ ചെയ്യുന്നില്ലെന്ന് പലർക്കും അറിയില്ല. ഞാനതിൽ അത് ഒരു വീടെടുക്കാൻ ചിലപ്പോൾ അത് മാൻഡേറ്ററി ആണ്. അത് ആ മോർഗേജ് അഡ്വൈസർ കൃത്യമായിട്ട് പറയും നിങ്ങൾ ബിൽഡിങ്ങിന്റെയും പിന്നെ ഇതിന്റെയും ഇൻഷുറൻസ് എടുക്കണം. കാരണം എന്താണെന്നറിയോ,
3-4 ലക്ഷം പൗണ്ടിന്റെ വീടാ കത്തി പോവോ, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ, അങ്ങനെ പലതരത്തിലുള്ള റോയിഡ്സ്, എന്തെങ്കിലും വലിയ കമ്മ്യൂണൽ റോയിഡ്സ് ഏതെങ്കിലും തരത്തിൽ വന്ന് വീട് നശിച്ചുപോയി, അതിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, അതിന് കവർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ ബിൽഡിങ്ങിന്റെയും കണ്ടന്റ് വേണം ഒരു കാരണവശാലും അവർ പറയല. ലോൺ തരുന്നവർ കണ്ടന്റ് നമ്മുടെയല്ലേ, നമ്മൾ മേടിച്ചിട്ട കസേരയും സോഫയും ടിവിയും പോയാൽ അവർക്ക് എന്നാ കുഴപ്പം? പക്ഷെ വീടിന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പിന്നെ എവിടെ പോയി ചോദിക്കും? അത് നിർബന്ധമായിട്ടും നമ്മളെ കൊണ്ട് അവരെടുപ്പിക്കും, അല്ലെ നമ്മൾ പറയും എടുക്കാൻ പറയും. അത് കാണിക്കണം അവരെ ഡെഫിനറ്റ്ലി. അപ്പൊ പിന്നെ നമ്മുടെ ലൈഫിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദാസീനത കാണിക്കുന്നത്. നമുക്ക് വേണ്ടതേ ഒന്നും വേണ്ട, എനിക്കൊന്നും പറ്റിയല്ല, ഈ ഞാൻ മുമ്പേ പറഞ്ഞ ആ സംഭവം ഒന്നും എന്റെ വീട്ടിലേക്ക് എനിക്കും വരികയില്ല. ദാറ്റ്സ് ഓൾ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? എല്ലാ മാസവും 7-ാം തീയതി ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഞാൻ പറയും, ഞാൻ വലിയ കരിസ്മാറ്റിക് ഒന്നുമല്ല, പക്ഷെ ഞാനൊരു കാര്യം പറയും. എന്നാ പറയുന്നത്? ഓ താങ്ക്സ് എലോട്ട് ഗോഡ്. എന്താ പറയോ, കഴിഞ്ഞ മാസം 7-ാം തീയതി മുതൽ ഈ മാസം 7-ാം തീയതി വരെ എന്നെ ഇങ്ങനെ ജീവനോടെ ഇരുത്തിയതിൽ മാത്രമല്ല, എന്റെ ഉള്ള ആരോഗ്യം അതുപോലെ നിലനിർത്തി തന്നതിന്. ഞാൻ രോഗിയായി പോയിരുന്നെങ്കിലോ, എനിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എവിടെയെങ്കിലും അടിച്ചുപോയി ഒരു ജീവിച്ചു ചേർന്നുണ്ട് ഒരു കോമയായി വല്ല തട്ടുമുട്ടും കിട്ടിയാലോ, 2 മേജർ ആക്സിഡന്റിൽ നിന്ന് ഇതുവരെ എത്തി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലേ? എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? അപ്പം ഞാൻ കൊടുക്കുന്ന ഇൻഷുറൻസിന്റെ തുക ഇത് വർത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇറ്റ്സ് വർത്തബിൾ. എന്നെ കഴിഞ്ഞ മാസം 7-ാം തീയതി മുതൽ ഈ മാസം എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയപ്പോൾ ഞാൻ ഹാപ്പി ആകാൻ കാരണം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ പൈസ അടയ്ക്കണം ഇൻഷുറൻസിന്, വേണ്ടല്ലോ. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയും, അതൊരു തമാശയാ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്നെ ഈ മാസം മുതൽ ഇനി അടുത്ത 7-ാം തീയതി വരെ ഒന്ന് താങ്ങിക്കോണേ കേട്ടോ. കാരണം ഐ ഹാവ് എ റൈറ്റ് ടു ആസ്ക് യു ടു സേവ് മീ. എന്താണെന്നറിയോ? ഞാൻ അറിയാത്ത ആർക്കൊക്കെയോ വേണ്ടി എന്റെ ഈ കഴിഞ്ഞ മാസം പൈസ പോയി എന്റെ അക്കൗണ്ടിൽ നിന്ന്. വലിയൊരു പൈസ പോയത് എനിക്കറിയാം. എന്റെ റൈറ്റ് ഉണ്ട് എനിക്ക് ഇതിനോട് ചോദിക്കാൻ. എന്നെ ഒന്ന് താങ്ങ്. എനിക്ക് എന്നെപ്പോലുള്ള ആളുകൾ മുടക്കിയ പൈസയാണ്, പ്രീമിയമാണ്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലോ ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിലോ അവർക്കൊക്കെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന നമ്മളെപ്പോലുള്ളവരുടെ കയ്യിൽ നിന്നുള്ള പൈസയല്ലേ? അപ്പൊ ഞാൻ അറിയാത്ത ആർക്കൊക്കെയോ വേണ്ടി ഞാൻ കൊടുത്തു കഴിഞ്ഞു. സോ ഐ ഹാവ് എ റൈറ്റ് ടു ആസ്ക് യു ടു ഹെൽപ്പ് മീ ഫ്രം നൗ ഓൺവേഴ്സ്, അറ്റ്ലീസ്റ്റ് ആൻഡിൽ നെക്സ്റ്റ് മന്ത്. എന്റെ 7-ാം തീയതി എന്റെ പൈസ പോകുന്നവരെ വലിയ ഒരു വർഷത്തേക്കൊന്നും വേണ്ട, അത്രയും പറഞ്ഞുകൂടെ? അപ്പൊ ഞാൻ ഹാപ്പി അല്ലേ? അപ്പൊ എനിക്ക് വേറെ സന്തോഷം കൂടെ കിട്ടുന്നുണ്ട്. ഞാൻ അറിയാത്തൊരു സന്തോഷം. ഒരു ചാരിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഇൻഷുറൻസ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഒരു ചാരിറ്റി സ്റ്റാർട്ട് ചെയ്തു ഓൺ മൈ സെൽഫ്. ഞാൻ അറിയാത്ത ആർക്കൊക്കെയോ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് മൈ ചാരിറ്റി. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ഇറ്റ് ഈസ് എ ചാരിറ്റി. I can tell you. Then why don't you open it? Then why don't you start this for yourself and for somebody else? It's a truth. It's a truth all the time. Please take my words. If ഇത് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ just take it. Otherwise, listen in. Out from there. That's all. Thank you very much. പറഞ്ഞോളൂ ബിന്ദു, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. അല്ല, പേരൻസിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, പേരൻസിനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, ഏതാണ് കവർ ചെയ്യുന്നത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അതിനെ കുറിച്ച് പറയാൻ. ഓക്കെ, പറയാം. അതായത് പേരൻസിനെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എൻ്റെ അറിവുള്ളിടത്തോളം, ഞാൻ അതിൽ അത്ര എക്സ്പേർട്ട് അല്ല, കാരണം ഇത് നാടുമായി റിലേറ്റഡ് ആണ്. അപ്പം എനിക്കറിയാവുന്ന എൻ്റെ പിന്നെ ആ ഒരു മേഖലയിലുള്ള നോളജ് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ മറ്റ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദു ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ എൻ്റെ പേരൻസ് വരാൻ പോകുന്നു, അതുകൊണ്ട് എനിക്കിത് വേണം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് സാധാരണഗതിയിൽ നാട്ടിൽ നിന്ന് തന്നെയാണ് ആ ട്രാവൽ
ഇൻഷുറൻസ് എടുക്കേണ്ടത്. നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾ, നമ്മൾ ഇവിടെ സിറ്റിസൺഷിപ്പ് വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇവിടെ റെസിഡൻ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും ഇവിടെ നിന്ന് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകുമ്പോഴും ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് എടുക്കാം. നമ്മൾ അത് ബാങ്ക് ത്രൂ കിട്ടുന്നുണ്ട്, ടെസ്കോയിൽ പോലും അതിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. അങ്ങനെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഓൺലൈനിൽ എടുക്കാം. ദാറ്റ്സ് ഫൈൻ. ബട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആൾ, അവർ വിസിറ്ററായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് ഉള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് തന്നെയാണ് കൂടുതലും എടുക്കാറ്. കൂടുതലല്ല, അവിടെ തന്നെയാണ് എടുത്തുകൊണ്ടാണ് വരേണ്ടത്. കാരണം ഒന്നാമത്തെ കാര്യം, ഓൺ ദ വേയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവർ ട്രാവൽ ചെയ്തിട്ടില്ല, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല, അവരുടെ പിന്നെ അവർക്ക് ചെവിയൊക്കെ അടഞ്ഞു, അങ്ങനെ പല ബുദ്ധിമുട്ട്. പ്രായമായ ആളുകളാകുമ്പോൾ അവർക്ക് ഒത്തിരി അതിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഡ്മിറ്റിലേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്. ഒരു ദിവസം അഡ്മിറ്റ് ചെയ്താൽ 500 പൗണ്ട് 500 പൗണ്ട് വെച്ച് 7 ദിവസം അഡ്മിറ്റ് ചെയ്ത ആളെ എനിക്കറിയാം. പിന്നെ വേറെ ആളുകൾക്ക് ഇവിടെ വന്ന് ഇറങ്ങി ഒരാഴ്ചക്കുള്ളിൽ ന്യൂമോണിയയിലേക്ക് വന്നു. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ചില ഫാക്റ്റുകൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ മേടിക്കുക, അതിന് പൈസ നോക്കരുത്. പിന്നെ ചില ആളുകളുടെ അവിടുന്ന് ചില അസുഖങ്ങൾ കവർ ചെയ്യല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ അവരുടെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വരുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് കവർ ചെയ്യല. പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ കവർ ചെയ്യുന്നു. മറ്റേ പൈസ കുറച്ച് 2 ഓപ്ഷൻ കൊടുക്കുന്നതാണ്. ഇവിടെ ഇപ്പം നിലവിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ അതിൻ്റെ പേരിലല്ലാതെ വേറെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അസുഖം വന്നാൽ അത് ഞങ്ങൾ കവർ ചെയ്യും. അതിന് ഇത്ര എമൗണ്ട്. പിന്നെ നിലവിൽ ഞാൻ ഡയബറ്റിക് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്കതിൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളിൽ ഞാൻ സഫർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിനെ എക്സ്ക്ലൂഷനാക്കി എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ച് നമുക്ക് പൈസ കുറച്ച് 50,000 അല്ല 25,000 സാധനത്തിൽ ചിലപ്പോൾ 10,000 മതി എന്ന് പറയും. അവരുടെ ആ റിസ്ക് ഫാക്ടറിൽ നമ്മുടെ റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. അത് തന്നെ കാര്യം. അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് ഒരിക്കലും എടുക്കരുത് വരുന്നവർക്ക് വേണ്ടി. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന പേരൻസ് എന്ന് പറയുമ്പോൾ എൻറ്റയർലി അവർ പുതിയ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് വരുന്നത്, എൻവയോൺമെൻറ്റിലേക്കാണ് വരുന്നത്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നവരെ തടസ്സപ്പെടുത്താനോ പേടിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല. കംപ്ലീറ്റ് വെതർ കണ്ടീഷൻ വേറെയാണ്, നമുക്കറിയാം. അപ്പോൾ ആ വെതറിൽ അവർക്ക് ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പലതരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഹോസ്പിറ്റലിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്മൾ പേ ചെയ്യണം. അത് വലിയൊരു എമൗണ്ടാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ല, എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ അമ്മ ഇവിടെ വന്നു. അവർക്ക് 55 വയസ്സെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ന്യൂമോണിയായി. നമ്മളൊക്കെ ഇവിടെ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളുമാണോ അത്, അവർ മരണപ്പെട്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇൻഷുറൻസ് കവർ ചെയ്തില്ല. നാട്ടിൽ നിന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള ഇൻഷുറൻസ് ആയിരുന്നു. അതായത് എന്തെങ്കിലും അവർക്ക് ന്യൂമോണിയ വരാൻ കാരണം വേറെ എന്തോ അസുഖങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതുമായി റിലേറ്റഡ് ആയിട്ട് അവർക്ക് ന്യൂമോണിയ വന്നു. ഇവർ 10 ദിവസം 5 ദിവസമോ 2 ഹോസ്പിറ്റലിൽ കടന്നു. അതിന് വലിയൊരു പൈസ ഇവർ പേ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം അവർക്ക് 10 പൈസ ഇൻഷുറൻസ് കവർ ചെയ്തില്ല. അപ്പം അങ്ങനെ വരരുത്. നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആധികാരികത പഠിക്കണം. നമുക്കതിനകത്ത് എന്തൊക്കെ കിട്ടും എന്ന് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെ കിട്ടിയല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇൻഷുറൻസിലായാലും നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഇൻഷുറൻസിലായാലും നാട്ടിൽ നിന്നുള്ള ഈ പറഞ്ഞ ട്രാവൽ ഇൻഷുറൻസിലായാലും നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, എന്ത് എനിക്ക് കിട്ടും എന്ന് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം എന്നാലേ അവരെ മോഹിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം മോഹിപ്പിച്ച് കഴിയുമ്പോൾ അവർ എടുക്കുമല്ലോ. നോ നെവർ, ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെ പറയുന്നവരോട് പറയണം, ചേട്ടാ എന്തൊക്കെ കിട്ടിയല്ലെന്നൊന്ന് ആദ്യം പറഞ്ഞെന്നൊന്ന് പറഞ്ഞേ, ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയല്ലെന്നൊന്ന് പറഞ്ഞേ. അതൊരു കടലാസെടുത്ത് എഴുതി വെക്ക്. എന്നിട്ട് ഡോക്യുമെന്റ് വന്നു കഴിയുമ്പം അതിനകത്തോടെ ഒന്ന് ഗോ ത്രൂ ചെയ്യേ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു 100 പൗണ്ടിന്റെ സാധനം നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ എത്ര തവണ അത് തിരിച്ചും മറിച്ചും നോക്കും? ഞാൻ നോക്കും. അത് കാണാനുള്ള സൗന്ദര്യം കൊണ്ടൊന്നുമല്ല. ഞാൻ 100 പൗണ്ട് കൊടുത്തതല്ലേ, ഇത് വർത്താണോ, ഇവൻ എനിക്കിട്ട് വല്ല ചതിയും ചെയ്തോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയില്ല നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കാല് പോയോ കൈ പോയോ സ്ക്രാച്ച് ഉണ്ടോ തട്ടിയോ മുട്ടിയോ ഇതിങ്ങനെ വന്നപ്പം എന്തെങ്കിലും തകരാറ് പറ്റിയോ ഓണിട്ട് വെയിൽ വല്ലതും പറ്റിയോ, ഇത് പോസ്റ്റ് വഴി വന്നതാണ്, സാധനം ദേ ഇവിടെ എത്തി. 100 പൗണ്ടിൻ്റെ സാധനമെന്ന് വിചാരിച്ചു. ആ സാധനം എത്ര തവണ തിരിച്ചു മറിച്ച് നോക്കുന്നത് നിങ്ങൾ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. 3 കോടി 5 കോടി 10 കോടി 15 കോടി
ഇത് പല റേഞ്ചിലുള്ള ആളുകളുടെ വീടുകളാണ് കേട്ടോ. ഞാൻ ഇന്ത്യൻ റുപ്പീസായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഐ എം സോറി. 15 അതായത് 1.5 മില്യൺ 2 മില്യൺ പൗണ്ടിൻ്റെ ഒക്കെ വീടുള്ള ആളുകളുണ്ട്. എൻ്റെ ക്ലയൻസ് ഉണ്ട്. 300,000 ദാറ്റ് മീൻസ് 3 crores, 200,000 2 crores, അങ്ങനെ ഞാൻ അപ്രോക്സിമേറ്റ് റഫ്ലി പറയുകയാണ്. ഇത്രയും വലിയ വിലയുടെയൊക്കെ സാധനം നമ്മൾ മേടിച്ചു ഇതാ ഏകദേശം ഒരു ഇത്രയും കട്ടിയുണ്ടാവും അതിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് കരുതിക്കോളൂ. സോ ഈ ഡോക്യുമെൻ്റ് ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ച് പഠിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ പ്രോസും കോൺസും ഒക്കെ ഒന്ന് പഠിച്ച് വെച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കുകയെന്ന് ഞാൻ 100 കണക്കിന് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ഐ ആം സോറി. ഒരാൾ പോലും ഒന്ന് കൈപൊക്കിയിട്ടില്ല. അവർ പൊക്കാൻ മടിച്ചിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ എൻ്റെ മുമ്പിൽ അങ്ങനെ ചെറുതാകുന്നല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ പൊക്കണ്ട കേട്ടോ. അയ്യോ അല്ല ചേട്ടാ, ഞങ്ങൾ സത്യമാണ് നിങ്ങൾ പറഞ്ഞ, ഞങ്ങൾ ഇതുവരെ അത് കൃത്യമായിട്ട് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. അങ്ങനെ വരരുത്. നമ്മളറിയണം, കൃത്യമായിട്ട് നമ്മൾ അറിയണം, നമ്മളത് മനസ്സിലാക്കി വെക്കണം. എനിക്കൊരു മോർഗേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എത്രയോ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും രജിസ്ട്രാറിന്റെ അടുത്ത് പോയോ? നിങ്ങൾ ആരെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെണ്ടർ അടുത്ത് പോയി എഴുതിച്ചോ? വെണ്ടർ എന്നാണ് പറഞ്ഞത്, എഴുത്തുകാരനാണ് നാട്ടിൽ. അത് പഴയ തലമുറയ്ക്ക്, എൻ്റെ തലമുറയ്ക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ പുതിയ യങ്സ്റ്റേഴ്സിന് അത് അറിയില്ല. വെണ്ടർ എന്ന് പറഞ്ഞാൽ റൈറ്ററെ കൊണ്ട് എഴുതിച്ച് ഈ സാധനം നമ്മൾ രജിസ്ട്രാറിന്റെ അടുത്തെത്തി രജിസ്ട്രാറിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കിട്ടി ബോധ്യപ്പെടുത്തപ്പെട്ടോ എന്ന് ചോദിച്ച് സൈൻ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ വല്ലതും സംഭവിച്ചോ? പിന്നെ ആരുടെ അടുത്താണ് നമ്മൾ പോയി സൈൻ ചെയ്ത? അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി ചെയ്ത് സോളിസിറ്റർ. നിയമം മൂലം എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ അവിടെ കൃത്യമായി ചെയ്തു വെച്ചിട്ടാണ് ഇങ്ങോട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് പഠിക്കണ്ടേ, ഒന്ന് വായിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? ഇത്രയൊക്കെ നമ്മൾ ചെയ്താൽ മതി. അപ്പം ഈ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് നാട്ടിൽ തന്നെ അവരെടുക്കണം. അത് റെലവൻ്റ് ആയിട്ടുള്ള ആളെ തന്നെ കണ്ട് അതിന് വേണ്ട. എൻ്റെ പരിചയത്തിൽ എനിക്കൊരാളുണ്ട്, അദ്ദേഹം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക്, ഞാൻ 3-4 പേരെ അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾ കരുതണ്ട, നിങ്ങൾ തന്നെ അന്വേഷിച്ച് നിങ്ങൾക്ക് കണ്ടെത്തുക. എന്നിട്ട് ആരെ വഴിയാണോ അവരെ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന വിധത്തിൽ ചെയ്യുക. എന്തെങ്കിലും ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അല്ല, ഇത് നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസുമായിട്ട് ഇവിടുത്തെ വ്യത്യാസം ഉണ്ടല്ലോ. കാരണം നാട്ടിലെ LIC എന്ന് പറയുമ്പോഴേക്കും അത് നമുക്ക് നമ്മൾ അടച്ചതെല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു രീതിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഡെത്തിന്, അത് ലൈഫ് കവർ ആണെങ്കിൽ ഡെത്ത് ആയാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച പൈസ എല്ലാം വേസ്റ്റ് ആണ്. അപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ അല്ലല്ലോ. അപ്പൊ അത് കുറെ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് ചേട്ടൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തു പറയാമോ? അത് ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് വേറെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് അതിലൊരു 10-15 പിള്ളേരെ കാണാൻ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അത് അവിടെയുള്ള എൻ്റെ പഴയ ക്ലയൻസ് അവർ അറേഞ്ച് ചെയ്തതാണ്. അങ്ങനെ അവർക്ക് അതിൽ 3 പേര് ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞപ്പം അവർ ഭയങ്കരമായിട്ട് ഒരു വറിയിലായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ഇൻഷുറൻസ് അവർ നാട്ടിലെ പോലെയാണെന്ന് വിചാരിച്ചിരുന്നത്. കാരണം അവർ പറഞ്ഞത്, ഞങ്ങൾ 2 ലക്ഷം പൗണ്ടിൻ്റെ ഇൻഷുറൻസ് എടുത്തു, ഒരാൾ 1 ലക്ഷം പൗണ്ടിൻ്റെ എടുത്തു, ഞങ്ങൾക്ക് 28 വർഷം കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത് നോ ക്യാഷ് വാല്യൂ ആണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് LIC ആണ് മെയിനായിട്ട്. പലതരത്തിലുണ്ടെങ്കിൽ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം അത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമും കൂടി ആയിട്ടാണ്. എൻഡോമെൻറ്റ് പോളിസി, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ രാജ്യത്ത് പണ്ട് അങ്ങനെ ഒരു പോളിസി ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഇവർ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഇൻഷുറൻസ് ഒരു സാമ്പത്തിക അസറ്റാക്കി അവർ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ബാക്കപ്പ് മാത്രമാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നമ്മുടെ നീഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് എടുക്കേണ്ടത്. നീഡില്ലെങ്കിൽ നമുക്ക് വേണ്ടെന്നേ. കാരണം നമ്മളിവിടെ ജോലി ചെയ്യുന്നു, നമുക്ക് ഇപ്പം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെ പിന്നെ അസുഖമില്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്കൊരു ഇൻകം പ്രൊട്ടക്ഷൻ വേണം. അതൊരു നീഡാണ്. അപ്പോൾ അസുഖം വരികയെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നീഡ് വന്നില്ലേ? പിന്നെ ലൈഫ് കവർ എന്ന് പറയുന്നത് എനിക്കൊരു ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രം മതിയെന്നേ ലൈഫ് കവർ. അല്ലെങ്കിൽ എനിക്കൊരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും എനിക്കില്ല. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഒരു വിവാഹം കഴിക്കാത്ത ഒരാൾക്ക് എന്തൊക്കെ ഇൻഷുറൻസാണ് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം ഞാൻ അവരോട് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഇൻകം പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം.
നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ഇൽനെസ്സും റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾക്കൊരു ലൈഫ് കവർ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങൾക്കൊരു ഡിപ്പെൻഡന്റ് ഇല്ല. നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ ഡിപ്പെൻഡന്റ് ആവില്ല. അതെങ്ങനെയാവുന്നത്? നിങ്ങൾ ഒന്നെങ്കിൽ വിവാഹിതനാണ്, അല്ല പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, നിങ്ങൾക്ക് സിവിൽ പാർട്ട്ണർ ഉണ്ടായിരിക്കണം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ലൈഫ് കവർ റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ പല കമ്പനികളും ഇതൊന്നും ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ പലരെയും ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് റോങ് അഡ്വൈസാണ്. ഇനിയൊന്ന്, അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. ഈ രണ്ട് സംഭവം ഇല്ലെങ്കിൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് ഒരു കാരണവശാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യരുത്. അത് റോങ് അഡ്വൈസാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റാണ്. അതുപോലെ ഇവിടെ ഒരിക്കലും കരുതരുത്. ഇവിടെ ഇത് നോ ക്യാഷ് വാല്യൂ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് പറയുക തന്നെ വേണം. ഈ നമ്മൾ കൊടുക്കുന്നവരാരായാലും അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പുതിയ ആളുകളെ പ്രത്യേകിച്ച് അവർ തെറ്റിദ്ധരിക്കപ്പെടും. ഞാനൊരു ഇൻഷുറൻസ് ചേർന്നു, എനിക്ക് 2 ലക്ഷം പൗണ്ട് 28 വർഷം കഴിയുമ്പോൾ കിട്ടുമെന്നൊരു ഒരു 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 വ്യക്തി, ഒരു പേഴ്സണിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം ചിന്തിച്ച ദൈവം പുതിയ ഇൻഷുറൻസ് വല്ലതും തുടങ്ങിയോ ഇവിടെ, പുതിയ പോളിസി വല്ലതും തുടങ്ങിയോ എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത്. വെറും 30 മിനിറ്റ് കൊണ്ട് പരിപാടി നടത്തി ആൾ സ്ഥലം വിട്ടു. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം എടുത്തു, അവർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കൊടുത്തു, ആൾ സ്ഥലം വിട്ടു. ഇതാണോ ഒരു ഇൻഷുറൻസ്? എനിക്കൊക്കെ ഇത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മിനിമം 4 മണിക്കൂർ വേണം. സഹിക്കുമോ ഒരാൾ? സമ്മതിക്കുമോ? അപ്പോൾ അതാ ഞാൻ മുമ്പ് ചോദിച്ചത്, ലൈഫിൽ ഒരു തവണ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഹസ്ബൻഡും വൈഫും ഇല്ലെങ്കിൽ ഞാൻ ഒരു മീറ്റിംഗ് ഞാൻ പോവില്ല. ഞാൻ 188 മൈൽ 188 മൈൽസ് എൻ്റെ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട്, ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലത്തല്ല, ഞാൻ ആദ്യം താമസിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ ട്രാവൽ ചെയ്തിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എമർജൻസി ആയിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഓൺ കോൾ ഡ്യൂട്ടി എന്തോ ഉള്ള ആളായിരുന്നു, പോയി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഇയാളെല്ലാം റെഡിയായി, എല്ലാ ഡിസിഷൻ എടുക്കാനുള്ള ആ കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് പറഞ്ഞ് എല്ലാം റെഡിയാന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ചേട്ടാ പരിപാടി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒരക്ഷരം ഈ കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാതെ ചായ കുടിച്ച് നാട്ടുവർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ലോകിയൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ പറയുന്നത് ശരി നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കാം വൈഫിനോടുള്ളപ്പോൾ. അയ്യോ അതെന്നെ ചേട്ടൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട്, അതും എന്നെ പുള്ളിക്ക് റെക്കമെൻഡ് ചെയ്ത ആ ആളോടും കൂടെ ഇയാൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇത്രയും ദൂരത്ത് വന്ന ആളെ വെറുതെ പറഞ്ഞു വിട്ട് അയാൾ എന്ത് വിചാരിക്കുന്നു? ഐ ആം സോറി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 188 മൈലും കൂടെ തിരിച്ചങ്ങോട്ട് ഓടണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ 1000 പോളിസികൾ ഞാൻ തരാതിരിക്കാം. പക്ഷെ ഞാൻ തന്ന ഒരു പോളിസി പേ ഔട്ട് ആകാതിരുന്നാൽ ഞാൻ പിന്നെ ഈ ജോലിയിൽ ഇരുന്നിട്ട് കാര്യമില്ല സുഹൃത്തെ. നമ്മൾ ഈ ലോ ഒക്കെ പഠിക്കുമ്പോൾ പറയാറില്ലേ, എന്താണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടും. എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹമായിട്ട് ലോയും പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി. എന്നിട്ട് ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, സുഹൃത്തെ, അതിന് കാരണം പറഞ്ഞല്ല, നിങ്ങൾക്ക് ഞാൻ തരുന്ന അഡ്വൈസ് നിങ്ങളുടെ വൈഫ് കേട്ടിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ വൈഫിന് കൊടുക്കുന്ന അഡ്വൈസ് ഹസ്ബൻഡ് കേട്ടിട്ടില്ല എങ്കിൽ, അതിനകത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് ഹസ്ബൻഡ് എടുക്കുന്ന ഒരു ലൈഫ് കവറിന്റെ ഒരു അധികാരവും അദ്ദേഹത്തിന്, പൈസ മുടക്കാൻ മാത്രമേ അദ്ദേഹത്തിന് റൈറ്റ് ഉള്ളൂ. കാരണം അദ്ദേഹം ക്ലെയിം ചെയ്യുന്നില്ല, ആ വ്യക്തി ക്ലെയിം ചെയ്യുന്നില്ല. ക്ലെയിം ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പം ഇതിൽ എന്തൊക്കെ തരത്തിലാണ് ക്ലെയിം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്, ഇതിന് പൈസ കിട്ടുമോ, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, ഇതിന്റെ ആവശ്യം എന്താണ്, ഇതിന്റെ നീഡ് ഉണ്ടോ, ഇങ്ങനെ സാധനം എനിക്ക് എന്നോട് പറഞ്ഞു തന്ന അതേ കാര്യം താങ്കൾക്ക് ഒരുപക്ഷെ താങ്കളുടെ വൈഫിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഒരേ സമയത്ത് കേട്ട് നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യമാണിത്. ഇറ്റ്സ് എ ബിഗ് മാറ്റർ. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ചെറിയ കാര്യമല്ല ഇത്. ഇത് ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് മാറ്റർ ആണെന്ന് ഞാൻ പറയും. അനുഭവങ്ങളിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ, അനുഭവങ്ങളില്ലാത്തവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും മരിക്കുന്ന കഥ മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ മരിക്കാത്ത എത്രയോ സംഭവങ്ങൾ വീടിന്റെ 4 ചുമരിനുള്ളിൽ കിടക്കുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കരഞ്ഞെന്നോട് ചോദിച്ചിട്ടുള്ള ആളുകളെ എനിക്കറിയാം, ചേട്ടാ എനിക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് കിട്ടുമെന്ന്. വായ്, എന്താ അവരാ ചോദ്യം ചോദിക്കാൻ കാരണം? മറ്റേ ആൾ കോമയായി കിടക്കുക, അല്ലെ സുഖമില്ലാണ്ട് കിടക്കുക, ഇനി ഇൻഷുറൻസ് കിട്ടിയല്ല. അതൊക്കെ കരളലിയിക്കുന്ന രംഗങ്ങളാണ്. അവിടേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ 3 ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരെയല്ല, അങ്ങോട്ടൊന്നും പോകണ്ട നമ്മൾ. എനിവേ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നാട്ടിൽ നിന്നുള്ള ആ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ കരുതരുത്. നമ്മൾ ഇവിടുത്തെ ഇൻഷുറൻസിനെ ഇവിടുത്തെ ഇൻഷുറൻസ് ആയിട്ട് തന്നെ കരുതുമ്പോൾ നോ ക്യാഷ് വാല്യൂ ആണ്.
എന്തെങ്കിലും നമുക്കത് ക്ലെയിം ചെയ്ത് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇൻകം പ്രൊട്ടക്ഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ക്രിട്ടിക്കൽനെസ് ആണെങ്കിൽ അതുപോലെ തന്നെ, ലൈഫ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ. എന്നാൽ ലൈഫ് കവർ എടുത്തൊരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് പൈസ കൊടുക്കാനുള്ള പിന്നെ ഒരു ക്ലോസ് ഉണ്ട്. അതിന് ടെർമിനൽ ഇൽനെസ് എന്നാണ് പറയുന്നത്. സാധാരണ മരിച്ചു കഴിഞ്ഞാലാണ്, ഒരാൾ ഡെത്തായി കഴിഞ്ഞാലാണ് ലൈഫ് കവറിന് പേ ഔട്ട് ചെയ്യുള്ളൂ എന്നാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആളെടുത്ത ലൈഫ് കവറിന്റെ മുഴുവൻ തുകയും പേ ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പേര് ടെർമിനൽ ഇൽനെസ് എന്നാണ്. ഒരു വ്യക്തി ആ വ്യക്തിയെ ഒരു അസുഖം വന്നു, ആ അസുഖത്തിന്റെ പേരിൽ ഒരു കൺസൾട്ടന്റിന്റെ അണ്ടറിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു GPക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. GP അറിയാമല്ലോ നമുക്ക്. അപ്പം ആ കൺസൾട്ടന്റിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് അവർ തീരുമാനിക്കുകയാണ് ഈ വ്യക്തി പിന്നെ 12 മാസത്തിനുള്ളിൽ അല്ലെ 8 മാസത്തിനുള്ളിൽ, മാക്സിമം 12 ആണ്, അതിനപ്പുറത്തേക്ക് അവർ അലോ ചെയ്യില്ല, 12 മാസത്തിനുള്ളിൽ മരണപ്പെടും എന്ന് അവർക്ക് ബോധ്യം വന്നാൽ, ഒരു വ്യക്തി എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കണമെന്നില്ല, ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അവർക്ക് ഈ എടുത്ത മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കണം. കാരണം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ലയബിലിറ്റികൾ അയാൾക്ക് തന്നെ തീർക്കാനും, അയാളുടെ മോർഗേജോ അതുമായി ബന്ധപ്പെട്ട ലയബിലിറ്റികൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ഈ പണം കിട്ടിയ അയാൾക്ക് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് വളരെ റയർ കേസുകളിൽ മാത്രമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു ചോദ്യം തിരിച്ചു വയ്ക്കുക, അയാൾ ഏതെങ്കിലും കാരണവശാൽ മരിച്ചില്ല, 12 മാസം പൈസ കിട്ടിയെന്ന് വിചാരിക്കുക, 12 മാസത്തിനുള്ളിൽ മരിച്ചിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞ് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പൈസ അയാൾ തിരിച്ചു കൊടുക്കണമെന്ന്. അതിൻ്റെ ആൻസർ നോ എന്നാണ്. കാരണം ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല, ഈ വ്യക്തി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പൈസ തരണമെന്ന്. ആവശ്യപ്പെട്ടാൽ തന്നെ അത് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന അയാളുടെ രോഗത്തിൻ്റെ ആ സിവിയറിറ്റി അനുസരിച്ച് അത് അസസ് ചെയ്ത ആ ഡോക്ടർമാരുടെ കയ്യിൽ വന്ന ഫോൾട്ടാണെന്ന് പറഞ്ഞ് പിന്നെ അയാൾക്ക് അതിൽ നിന്ന് പിന്നെ എഗെയിൻസ്റ്റ് കേസ് സ്യൂ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ വ്യക്തിക്ക് ആ പൈസ ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കാൻ അവകാശമില്ല, റൈറ്റില്ല. ഇനി മറ്റൊന്ന്, ഈ ഡോക്ടർ കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ഡോക്ടർമാരും കൊടുക്കണ്ട. കാരണം ഡോക്ടർ എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് അത് അന്നത്തെ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ആ രോഗത്തിൻ്റെ സിവിയറിറ്റി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പം പിന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് വെറുതെ പൈസ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? അതിനാണ് എംപ്ലോയീസ് ഇൻഡെമിനിറ്റി ലയബിലിറ്റി ഇൻഷുറൻസ് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. ഈവൻ ഒരു ഷോപ്പിൽ വരെയുണ്ട്. ഒരു ചെറിയ ഒരു ഓഫ് ലൈസൻസ് ഷോപ്പിൽ പോലും നമ്മൾ പോയി, പെട്രോൾ പമ്പ്, വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ, ഇവിടെയെല്ലാം ഇൻഡെമിനിറ്റി ലയബിലിറ്റി എംപ്ലോയീസ് ലയബിലിറ്റി ഇൻഡെമിനിറ്റി ഇൻഷുറൻസ് ഉണ്ട്. മില്യൺസ് ഓഫ് പൗണ്ടിൻ്റെ ഇൻഷുറൻസ് ആണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. എന്താ കാരണം? ഒരു വ്യക്തി അവിടെ ഈവൻ പിന്നെ ഒരു ഷോപ്പിലായിക്കോട്ടെ, അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ ഉരുണ്ട് വീണ് അയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് കവർ ചെയ്യുന്നത് അയാളുടെ ഇൻഷുറൻസ് കമ്പനിയേക്കാൾ ഇവരാണ് കവർ ചെയ്യേണ്ടത്. അതിന് ആ ലയബിലിറ്റി ഇൻഷുറൻസിന് ഇയാൾക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ടെസ്കോയിലൊക്കെ പോകുന്നില്ലേ, ഒരു കുപ്പി എങ്ങാനും താഴെ വീണ് പൊട്ടിച്ചെറി അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന മാനേജരടക്കം വേണേൽ ഓടി വന്നിട്ട് അവിടെ പെട്ടെന്ന് അവിടെ ഹസാഡും വെച്ച് പെട്ടെന്ന് അവിടെ കവർ ചെയ്യും. എന്താ കാരണം? ഒരാൾ അവിടെ വന്നിട്ട് ചവിട്ടി തെന്നി വീഴുവോ, ക്ലാസ് കൊണ്ട് കാല് മുറിയോ, അപകടം വരുമോ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൈസ കൊടുക്കേണ്ടത് ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയിലേക്ക് ബാധിക്കും എന്ന് പറഞ്ഞ പോലെ ഇത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ഇൻഷുറൻസ് 10 പൈസ തിരിച്ചു കിട്ടിയില്ല, കിട്ടുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമായിരിക്കും. അത് കണക്കാക്കി എന്ന് കരുതി എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്കൊരു റീസൺ ഉണ്ടെങ്കിൽ, അത് ജെനുവിൻ റീസൺ ആണെങ്കിൽ നിങ്ങൾ എടുക്കരുത്, നിങ്ങളത് ചോദിക്കരുത്, മേടിക്കരുത്. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം മാജിച്ചേട്ടാ താങ്ക് യു സോ മച്ച് അഗൈൻ. അപ്പം ഇത് അറിയത്തില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കുറേ കാര്യങ്ങൾ കേട്ടു. അപ്പം താങ്ക് യു ഫോർ വാല്യൂബിൾ ടൈം ആൻഡ് വാല്യൂബിൾ അഡ്വൈസ്. അപ്പം നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നാട്ടിലെ പോലെ എന്താണ്, നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും മക്കളും മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ഹസ്ബൻഡ് വയ്യാതെ കിടന്നാൽ വൈഫ് ജോലിക്കും പോകണം, പിള്ളേരെ നോക്കണം, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്കൊരു വീട്ടുജോലിക്ക് ആളെ വെക്കാന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അവരുടെ ഒരു ക്ലീനറിനെ വിളിച്ചാൽ പോലും ഒരു 2 മണിക്കൂറിന് പോലും നമ്മൾ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഒക്കെ പേ ചെയ്യണം. അതൊക്കെ ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിന് ഓടി വരാനോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ അങ്ങനെയുള്ളവരുണ്ടാവും. ഇവിടെ കസിൻസൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഇല്ലാത്തവർ ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പം ഈ കേട്ടതനുസരിച്ച് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെയോ കുട്ടികളെയോ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ടിരുന്നത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ്. അപ്പോൾ അത് എല്ലാവർക്കും ഇത് ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറഞ്ഞത്, ഒരു കാര്യം കൂടി മറിച്ചിട്ട് പറയാനുണ്ട്. ഏതായാലും ഇനി ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് അടുത്ത സമയത്ത് നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ക്വയറി അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടാവും. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏതായാലും ഇത് എന്താ പറയുന്നത്, എപ്പിസോഡായിട്ട് വേണ്ടി വരും. അത് പിന്നെ ബിന്ദു ചെയ്തോളും. കാരണം പിന്നീട് അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ട് പറയാം. പലർക്കും അറിയാൻ പാടില്ലാത്ത, എന്നാൽ അറിഞ്ഞിട്ട് വേണ്ട എന്ന് സ്വയം തിരസ്കരിക്കുന്ന ഒരു വളരെ പരമപ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ രാജ്യത്ത്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യുക എന്നതാണ് വില്ല്. ഞാൻ വില്ലിരുന്ന ആളല്ല, പക്ഷെ വില്ലിനെക്കുറിച്ച് അതിൻ്റെ അത്യാവശ്യം ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനെപ്പറ്റി ഞാൻ അല്പം കാര്യം ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരമപ്രധാനമായ ഒരു കാര്യമാണ് വില്ല് വേണമെന്നുള്ളത്. നമ്മുടെ മലയാളി സമൂഹം പലരും അത് ചെയ്തു വെച്ചിട്ടില്ല. നമ്മുടെ ആളുകൾ ഒട്ടും തന്നെ അതിനോട് അത്ര ഇൻട്രസ്റ്റഡ് അല്ല. പിന്നെ പലരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പല ഇൻഷുറൻസ് കമ്പനികളും ഒക്കെ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വില്ലും. വില്ലെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ബോഡി എങ്ങനെ എങ്ങനെ അടക്കം ചെയ്യണം, മറവ് ചെയ്യണം എന്ന് പോലും ബില്ലിൽ എഴുതി വെക്കുന്ന ഒരു സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ എഴുതി വെച്ച ബില്ലിൽ എൻ്റെ ബോഡി ബറിയൽ ചെയ്യണം, അത് കത്തിക്കണ്ട എന്ന്, ക്രിമേഷൻ വെറീഡ് ചെയ്യണമെന്നാണ് ഞാൻ എഴുതി വെച്ചതെന്ന് വിചാരിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും പറയുകയാണ് അത് പറ്റിയല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കണ്ട, കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ രാജ്യത്ത് ആ നിയമം അനുവദിക്കുന്നില്ല. കാരണം എൻ്റെ വിഷാണ് അതിലെഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വില്ലെന്ന് പറയുന്നത് എൻ്റെ വിഷാണ്. അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുണ്ട്. അണ്ടർടേക്കേഴ്സ് ബോഡി ഏറ്റെടുക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ഈ വ്യക്തിയുടെ വില്ലും കൂടെ ചോദിക്കും. വില്ലിൻ്റെ ഒരു കോപ്പി എന്തിനാണെന്നറിയോ? ഈ വ്യക്തിയുടെ മറവ് ചെയ്യാനുള്ള പ്രൊസീജിയർ അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അതിലെഴുതി വെച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ വില്ലില്ല എങ്കിൽ, അല്ല എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ഓഫ് കിൻ ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് ഈ രാജ്യത്ത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു വില്ല് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നാളെ ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കുക. എൻ്റെ ശബ്ദം നിലച്ചു പോയാൽ നാളെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്ന് വരെ തീരുമാനിച്ച് എഴുതി വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബില്ലിൽ എന്തോരം കാര്യങ്ങൾ, ഇപ്പം ഒരാൾ സ്വതന്ത്രമായി ഡിസിഷൻ എടുക്കുവാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരു 60-65 നമ്മുടെയൊക്കെ ഇങ്ങനെ പ്രായം കൂടുന്തോറും നമ്മളുടെ ഈ ബുദ്ധിക്കൊക്കെ കുറച്ച് മങ്ങൽ സംഭവിക്കും. അപ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി എടുക്കേണ്ട ഡിസിഷൻ എടുക്കുവാനുള്ള റൈറ്റ് ആരിൽ ഏൽപ്പിക്കുന്നു എന്ന് പോലും എഴുതി വെക്കാനുള്ള ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റാണ് വില്ലെന്ന് പറയുന്നത്. അതിന് ഡോക്ടർ ഉണ്ടാവും, ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാവും, സോളിസിറ്റർ ഉണ്ടാവും. ഇവരൊക്കെ കൂടി അവരുടെ തീരുമാനം എടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കുവാൻ ആ ഫാമിലിക്ക് പോലും ചിലപ്പോൾ റൈറ്റ് ഇല്ലാതെ പോകും. അപ്പം നമ്മൾ ആ വില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വേണം. പിന്നെ മറ്റു കാര്യം ഒന്ന് പറയട്ടെ, ഇവിടെ ഞാൻ പല സ്ഥലത്തും പോയപ്പം ചില ബില്ല്, ഞാൻ ആദ്യം പറഞ്ഞു വില്ല് ഞാൻ എഴുതുന്ന ആളല്ല,
അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാനും ആളല്ല. പക്ഷെ എന്നാലും ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കോമൺ സെൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. ഒരാൾ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം പേരൻസിനാണ്. ഞാനവരോട് ചോദിച്ചു, നിങ്ങളുടെ പേരൻസ് എവിടെയാണ് ഉള്ളത്? പേരൻസ് നാട്ടിലാണ് ഉള്ളത്. എത്ര വയസ്സുണ്ട് പേരൻസിന്? 80 വയസ്സ്, 90 വയസ്സ്, അല്ലെ 70 വയസ്സൊക്കെ ഉള്ള പേരൻസാണ് അവർ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരൻസാണ് അവരെങ്കിൽ ആ പേരൻസിന് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കാര്യം നോക്കുവാനുള്ള ഉത്തരവാദിത്വം പിന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, അതായത് അവരെ ആര് നോക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള റൈറ്റ് ഇവർ ഇതിലെഴുതി വച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ ഗവൺമെൻറ്റിന്. അതായത് പിന്നെ അതിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് കോർട്ടാണ്. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവർ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അയൽവാസി ഓടി വന്നു, അയ്യോ ഈ പിള്ളേരെ ഞങ്ങൾ നോക്കണം, അല്ലെ എൻ്റെ അല്ലെ പറയാം എൻ്റെ സഹോദരൻ ഇവിടെയുണ്ട്, സഹോദരി ഇവിടെയുണ്ട്, എൻ്റെ ആങ്ങളയുടെ മോന അല്ലെ പെങ്ങടെ കൊച്ചെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് എടുത്തുകൊണ്ട് പോയാൽ അവരുടെ പേരിൽ കിഡ്നാപ്പിന് കേസ് രജിസ്റ്റർ ചെയ്ത് അവർ ഫേസ് ചെയ്യേണ്ടി വരും. അവരുടെ ഉത്തരവാദിത്വം കൊണ്ട് അതിൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ട് എഴുതി വെക്കണം. ഗാർഡിയൻ ആരാണെന്ന് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റിൽ ആ ഡോക്യുമെൻ്റ് അത് പ്രൂവ് ചെയ്യപ്പെടണം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഞാൻ അത് റെഫർ ചെയ്ത് അതിനകത്ത് കുറച്ച് പോയിന്റുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വില്ലിനെ സംബന്ധിച്ചിട്ടുള്ള പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് വില്ല് എഴുതുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത് എങ്ങനെയുള്ളതായിരിക്കണം എന്നും കൂടിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറഞ്ഞത് ദ വിൽ. വാട്ട് ഈസ് വിൽ? A last will and a testament, also referred to a will, is a document that you used to describe how you would like your property and possessions divides after your death, and to name guardians for any of your children who are under 18. എന്നിട്ട് why do I need a lasting will and a testament? എനിക്ക് എന്തിനാ അങ്ങനെ ഒരു ലാസ്റ്റിംഗ് വിൽ? A will is an important to have in order to control where your money and your property will go after you pass away. If you don't have a proper will in place prior to your death, the law will determine who will receive your assets. ചിന്തിക്കണം. പിന്നെ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. Having a will also allows you to appoint a guardians for your minor children to ensure that they receive the best care in your absence, because otherwise the court will decide who will look after your children. എത്ര സിമ്പിളായിട്ടാണ് ആ കാര്യം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും അറിയാതെ നമ്മളൊരു വില്ലൊന്നും എഴുതാതെ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നാൽ നമുക്ക് എങ്ങനെ അറിയാം നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? നാട്ടിൽ കിടക്കുന്ന 80 വയസ്സുള്ള പേരൻസ് എൻ്റെ മക്കളുടെ ഗാർഡിയൻസ് ആണെന്നും പറഞ്ഞിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നാളെ ഇവിടെ വന്ന് ഈ മക്കളെ ടേക്ക് ഓവർ എടുക്കാൻ സാധിക്കുമോ? ഈ മക്കളെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതിനൊക്കെ കൃത്യമായ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഞാനിതിലൊരു വിദഗ്ധനല്ല, ബട്ട് സംവാട്ട് നോളജ് എനിക്കുണ്ട്. ഈ പറഞ്ഞതെല്ലാം കൃത്യമായി റെഫർ ചെയ്ത് ഉള്ള ഡോക്യുമെൻ്റ് തന്നെയാണ്. ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എവറിത്തിങ് യു നീഡ് ടു നോ അബൌട്ട് വിൽസ്. വിൽ എന്ന് പറയുന്നത് കൃത്യമായ ഡോക്യുമെൻ്റ്. ഇതിനകത്ത് പിന്നെ വേറെ ഒരു കാര്യം, വില്ലെന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായി പാലിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് സൈറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വില്ലെഴുതാൻ നമ്മൾ എന്താ പറയുന്നത്, സ്വന്തമായിട്ട് വരെ വില്ലെഴുതാം. നിങ്ങൾ WH സ്മിത്തിൽ പോയി അവിടെ വിൽ എഴുതാനുള്ള ഒരു കംപ്ലീറ്റ് ഫോം, അതിൻ്റെ പാക്ക് തന്നെ കിട്ടും. 24 പൗണ്ട് കണ്ടേ ഉള്ളൂ. നമുക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാം. അപ്പം അത് നമ്മൾ എഴുതണം. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഒരു സോളിസിറ്റർ ത്രൂ എഴുതുന്നതാണ് നല്ലതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് അവരവരുടെ ഇഷ്ടം. പക്ഷേ വില്ല് വളരെ അത്യാവശ്യമാണ്. പിന്നെ പലരുടെയും വില്ലിനകത്തുള്ള ഒരു സംശയം ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട്. പലരും പറയുന്നൊരു കാര്യമുണ്ട്,
ഞാൻ പറഞ്ഞില്ലേ, ഈ അറിവ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തു നിന്ന് കിട്ടുമ്പോൾ ആ അറിവ് പൂർണ്ണമാവണമെന്നില്ല. നമ്മൾ അതിൻ്റെ ആ പർട്ടിക്കുലർ ഏരിയാസിൽ നമ്മൾ പോയി അത് സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ അത് ആ പർട്ടിക്കുലർ ഏരിയാസിൽ നമുക്ക് കിട്ടുന്ന അറിവാണ് കറക്റ്റ് നോളജായിട്ട് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പം പലരും പറയാറുണ്ട്, എൻ്റെ ദൈവമേ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ, വില്ലൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇത് മുഴുവൻ ക്വീൻസിൻ്റെ ഫണ്ടിലേക്ക് പോകുമെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നമ്മളൊരു ഫാക്റ്റ് മനസ്സിലാക്കണം. ഇവിടെ ക്വീൻസിന് ഒരാളുടെയും ഫണ്ട് ആവശ്യമില്ല. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു കോർപ്പറേറ്റിൻ്റെയോ ഒരു കമ്പനികളുടെയോ ഒരു ഫണ്ടുകളും അവകാശമില്ലാതെ കിടക്കുന്നതൊക്കെ ഏറ്റെടുക്കാൻ അവർക്ക് സമയമില്ല. ആ ഫണ്ടൊന്നും കൊണ്ട് അതിനകത്തേക്ക് അങ്ങനൊരു പൂളൊന്നും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടു, ഞാൻ ലുക്കാപ്പ് ചെയ്തു, ഞാനിതെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവർക്കെന്തിനാ ഇനി ഈ പറഞ്ഞൊക്കെ? പണ്ടേ മേടിച്ചിട്ടില്ല, ഇനി മേടിക്കൂ. ലോകം മുഴുവൻ നടന്ന് ഈ കേരളത്തിന്റെ 2/3 ഭാഗമുള്ള ഈ സ്ഥലം ലോകം മുഴുവൻ അമ്മാനമാടി, ഈവൻ ലോകത്തിന്റെ മാപ്പിലെ ഏറ്റവും ചെറിയ വണ്ണത്തെ രാജ്യമായ വത്തിക്കാൻ വരെ ഇവർ ഭരണം നടത്തിയതാ. ഇവർക്ക് ഈ രാജ്യത്തിലുള്ള ഈ വന്നിരിക്കുന്ന ആളുകളോ അല്ലെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സ്വത്തുക്കളൊക്കെ ഇനിയിപ്പോൾ ഈ ക്വീൻസിന്റെ ഫണ്ടിലേക്കൊക്കെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ക്ലാസ് കൊടുക്കുമ്പം അവർക്ക് കോപ്പി കൊടുക്കാറുണ്ട്. കാരണം വീട്ടിലിരിക്കട്ടെ ഒരെണ്ണം, ഇത് കാണട്ടെ. ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നത് ഇത് എങ്ങോട്ട് പോകും, ഏതിലേക്ക് പോകും, ആരുടെ അടുത്തേക്കാണ് അവസാനം എത്തിപ്പെടുന്നത് എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്രം തന്നെ ഇതിലുണ്ട്. ഇത് സോളിസിറ്റേഴ്സ്, ഈ രാജ്യത്ത് വില്ലെഴുതുന്ന പ്രോപ്പർ സോളിസിറ്റേഴ്സ് അവര് ടീം ഇറക്കിയിരിക്കുന്ന ലീഗലായിട്ടുള്ള ഒരു ബ്രൗഷറാണ്. ഞാൻ പറയാണ്, ഇതിനകത്ത് ബിന്ദു കാണുന്നുണ്ടോ? ഇതിനകത്ത് ചോദ്യം എവറിത്തിങ് ഗോസ് ടു ദ ക്രൗൺ എന്നെടുത്ത് ഇവിടെ ക്രോസ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? ഒരിക്കലും പോവുകയില്ല. പിന്നെ പോകുന്നത് ലാസ്റ്റ് പോകാനാണെങ്കിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഷെയ്ഡ് ആദ്യം പറഞ്ഞിരിക്കുന്നതാണെന്നറിയോ, ഈസ് യുവർ എസ്റ്റേറ്റ് വർത്ത് മോർ ദാൻ 250,000 ഫോർ ഡെത്ത് ഓൺ ഓർ ആഫ്റ്റർ 1st of December 1995 വന്ന ഒരു നിയമം അനുസരിച്ച്. അതുപോലെ ഡു യു ഹാവ് എ ചിൽഡ്രൻ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻ, അവർക്കാണ് മെയിൻ പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ മാത്രമാണ് സ്പൗസ് റിസീവ് ചെയ്യുന്നത്. എന്താണ്? ഹൗസ് ഹോൾഡ് കണ്ടൻസ് ആൻഡ് പേഴ്സണൽ ഇഫക്ട്സ് ഫ്രം 220,000 pounds, ഹാഫ് ഓഫ് എനി ബാലൻസ് ഓഫ് എസ്റ്റേറ്റ്. നമ്മുടെ വീടിന്റെ പകുതി, എസ്റ്റേറ്റിന്റെ പകുതി വാല്യൂ, പിന്നെ വീടിനകത്തുള്ള കണ്ടൻസും സാധനങ്ങളും, ഇത് സ്പൗസിലേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ചൈൽഡ്, ഗ്രാൻഡ് ചൈൽഡ് റിസീവ്സ് other half of any balance of estate equally split between your children or their descendants. അവരുടെ ബാക്കി പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു സർവൈവിംഗ് സ്പൗസ് ഓർ ചൈൽഡ്. ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന് ഗസ് ചെയ്തുകൊണ്ട് നമ്മൾ ആരോടും ഇതെല്ലാം ക്വീൻസിന്റെ ഫണ്ടിലേക്ക് പോകും, തട്ടിപ്പറിച്ചുകൊണ്ട് പോകും, എടുത്തുകൊണ്ട് പോകുന്നൊന്നും വെറുതെ പറഞ്ഞു കളയല്ലേ. അവർക്ക് ഒരു 10 പൈസയും നമ്മുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ അവരുടെ ബില്യൺസ് പൗണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അവര് നമ്മളുടെയൊക്കെ ഈ അവകാശമില്ലാത്ത സംഗതികളൊന്നും കൊണ്ട് ഏൽപ്പിക്കാൻ വിചാരിച്ചാൽ അതൊന്നും ആളുകൾ വെറുതെ ഇങ്ങനെ പറയുന്നതാണോ, നടക്കുകയില്ല. നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നുകൂടെ പറയട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവാം, ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകൾ. ഫാമിലി ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം ഞാനത് കാണുന്നില്ല എവിടെയും, പെട്ടുപഴിച്ചൊന്നും കണ്ടിട്ടില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഫാമിലി ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് റിയൽ ട്രൂ സ്റ്റോറിയാണ്. ടി വിക്കകത്തുള്ളതായിരുന്നു, ഇംഗ്ലീഷ് പ്രോഗ്രാം. അതിനകത്ത് ചെയ്യുന്നത് എന്താണെന്നറിയോ, മരണപ്പെട്ടു പോയ ആളുകളുടെ എല്ലാവരും ഒരു സ്വത്തിൻ്റെ ഉടമ മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ സിബ്ലിങ്സ് ഇല്ല, അവരുടെ പേരൻസോ ആരുമില്ല, ജീവിച്ചിരിപ്പില്ല. അപ്പം ഇവരുടെ മില്യൺസിൻ്റെ ആസ്തിയുണ്ട് എന്ന് വിചാരിക്കുക. ഈ സ്വത്ത് അവരുടെ ഇനി ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ആളുകളിലേക്ക് എത്തിച്ച് കൊടുക്കുന്ന ഒരു റിയൽ സ്റ്റോറിയാണ് ആ പ്രോഗ്രാം. അത് ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും അറ്റത്തായിരിക്കാം, ഇന്ത്യയിലായിരിക്കാം, ഉഗാണ്ടയിലായിരിക്കാം, ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കാം. അവരവിടെ ചെന്ന് അത് അന്വേഷിച്ച് ഇവരിങ്ങനെ അന്വേഷിച്ചാൽ ഒരു ടീമാണത്.
അവരന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ മുഴുവൻ ഫാക്ട് ഫൈൻഡും എടുത്ത് അതിൻ്റെ നാരായ വേര് കീറി മുറിച്ച് പരിശോധിച്ച് ഈ പറഞ്ഞ മുഴുവൻ സമ്പത്തും അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന അവരിലേക്ക് കിട്ടത്തക്ക വിധത്തിലാക്കുന്ന ഒരു അത് നടക്കുന്നുണ്ട്. എന്താ പറയുക, സോളിസിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് അത് നടത്തുന്നത്. അപ്പം ഇത് ചെയ്താൽ അവർക്ക് എന്നാ പുണ്യം എന്ന് ചോദിക്കും. പുണ്യമുണ്ട്. എന്നാണോ ഇതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആകുന്ന ആ സമയത്തുള്ള ആ പ്രോപ്പർട്ടി അല്ലെ ആ ലിക്വിഡ് ക്യാഷ് അക്കൗണ്ടിലുള്ളതാണ് അതിൻ്റെ 20% അവർക്കും കൂടെ റൈറ്റ് ഉള്ളതാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ മില്യനേഴ്സ് ആയിട്ടുള്ള സോളിസിറ്റർമാർ ഈ രാജ്യത്തുണ്ട്. സോ നമ്മുടെ സ്വത്തുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായി വില്ലുകൾ എഴുതുക. ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്, ഞാൻ പറയാറുണ്ട്, ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത് ഒരു നാവിഗേഷനാണ്. ബട്ട് വിൽ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കോഡാണ്. മാഞ്ചസ്റ്ററിൽ എനിക്ക് പോയി ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ പോകാമെന്ന് വിചാരിക്കുക. ഈ മാഞ്ചസ്റ്ററിൽ എനിക്ക് എത്താൻ എനിക്ക് പോസ്റ്റ് കോഡിൻ്റെ ആവശ്യം, ആ കാണേണ്ട വ്യക്തിയുടെ പോസ്റ്റ് കോഡിൻ്റെ ആവശ്യമില്ല. മാഞ്ചസ്റ്റർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെ ബിൽഡിങ്ങിൻ്റെ അല്ലെ മറ്റേ സൂപ്പർ മാർക്കറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു പോസ്റ്റ് കോഡ് അടിച്ചിട്ട് എനിക്ക് അവിടെ എത്താം. ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തും. പക്ഷേ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് എനിക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കോഡ് വേണം. അപ്പോഴാണ് നാവിഗേറ്റ് ചെയ്ത് തന്നെ അവിടെ എത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വില്ലെന്ന് പറയുന്നതിനകത്താണ് എഴുതി വെക്കുന്നത് എൻ്റെ പൊസഷൻസ്, എൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടീസ് ആർക്കൊക്കെ എൻ്റെ മരണശേഷം ആർക്കൊക്കെ കിട്ടണം, അത് എത്ര % കിട്ടണം, എങ്ങനെയൊക്കെ കിട്ടണം എന്ന് എഴുതി വെക്കുന്നത്. മനസ്സിലായോ? അതല്ലാതെ ഞാൻ എഴുതി വെച്ച ട്രസ്റ്റിനകത്ത് ഇൻഷുറൻസിൻ്റെ തുക പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് സമയത്ത് ആരുടെ അടുത്തേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ആ കിട്ടിയ തുക ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് വില്ലിലാണ്. കാരണം വില്ലിനകത്ത് കൃത്യമായിട്ട് അത് എഴുതി വെക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ അതിനകത്ത് എഴുതുന്നുണ്ട്. നിങ്ങൾ വില്ലെഴുതുമ്പോൾ വില്ലിനകത്ത് നിങ്ങളുടെ പൊസിഷൻസ് ആർക്കൊക്കെ എവിടെയൊക്കെ എന്തോരം കൊടുക്കണമെന്ന് എഴുതി വെക്കാൻ വേണ്ടിയുള്ള നിയമപരമായ ഡോക്യുമെന്റ്സ് അതിനകത്ത് ചെയ്യാം. ഹൗ ഡു ഐ വാല്യൂ മൈ എസ്റ്റേറ്റ്? The value of your estate can be determined by first listing your assets, including all possessions such as your home, automobiles, bank accounts, insurance policies, amount, stocks, investments, bonds, and etc. etc. ഇതെല്ലാം നമുക്ക് എഴുതി വെക്കാം. സോ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. പലരും ചോദിക്കാറുണ്ട് എന്നോട്, 3 മണിക്കൂർ ക്ലാസ്സോ? ഇതെന്തിനാ ചേട്ടാ ഇത്? ഇൻഷുറൻസിനെ പറ്റി പറയാം 3 മണിക്കൂറോ? സോറി. അത് കൃത്യമായിട്ട് അവർ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് 3 മണിക്കൂർ കൊണ്ടും തീരുന്ന കേസല്ലായിരുന്നു. പിന്നെ അദ്ദേഹം എങ്ങനെയൊക്കെ ഒപ്പിച്ച് പിടിച്ച് 3 മണിക്കൂർ കൊണ്ടങ്ങ് തീർത്തു വരും. അതാണ് അതിൻ്റെ സത്യം കേട്ടോ. സോ എനിവേ, എന്തായിരുന്നാലും തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ഞാൻ വില്ലും കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, കാരണം അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ വില്ല് നമ്മൾ എഴുതണം, വളരെ മസ്റ്റാണ്. വില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളത് എഴുതി വെക്കുക. പിന്നെ 3 കാരണത്തിൻ്റെ പേരിൽ വില്ല് നമുക്ക് അമെൻഡ് ചെയ്യാം. അതായത് ഒന്നുകിൽ ഒരു പുതിയ പ്രോപ്പർട്ടി, വില്ലെന്ന് പറയുന്നത് പെർമനൻ്റായിട്ട് എഴുതി 10-15 വർഷം മുമ്പ് ഞാൻ മേടിച്ചൊരു വില്ല്, ഞാൻ എഴുതി വെച്ച വില്ല് അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തെറ്റാണ്. 3 കാരണം കൊണ്ട് വില്ല് അമെൻഡ് ചെയ്യണം. പുതിയതായി ഒരു കുട്ടി ഉണ്ടായാൽ അമെൻഡ് ചെയ്യണം. പുതിയതായി ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ, നമുക്ക് നമ്മളുടെ അസറ്റ് വർദ്ധിച്ചാൽ അമെൻഡ് ചെയ്യണം. രണ്ടാമതൊരു വിവാഹം കൂടെ കഴിച്ചാലും അമെൻഡ് ചെയ്യണം. അപ്പം ഞാൻ ഇനി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിന് വേണ്ടിയിട്ടൊന്നും ഒരുങ്ങി ഇറങ്ങിയേക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇംഗ്ലീഷുകാർ ഈ രാജ്യത്തുള്ളവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച നിയമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരിപ്പം ഒരു വിവാഹം ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിവാഹം കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെച്ച് പറഞ്ഞാൽ നിങ്ങളാരും തെറ്റിദ്ധരിച്ചിട്ട് ഇനി മാത്യു സാറിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് ഇനി വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ അവിടെ ദയവ് ചെയ്ത് എന്നെ, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഉപദ്രവിക്കരുത്. അതായത് വിവാഹം കഴിക്കുമ്പോൾ ഇതിൻ്റെ മുഴുവൻ അവകാശവും മറ്റൊരാളിലേക്ക് പോവില്ലേ പിന്നെ. അപ്പം അതുകൊണ്ടാണ് ബില്ല് എഴുതണമെന്ന് പറഞ്ഞത്. ഈ 3 റീസൺസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ബില്ല് അമെൻഡ് ചെയ്യണം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കിനി മറ്റൊരവസരത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ക്വയറിക്ക് അനുസരിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പം നമ്മുടെ നാട്ടിലെ പോലല്ല ഇവിടെ. നമ്മുടെ നാട്ടില്
ബ്രൈബൊക്കെ ചെയ്ത് കൈക്കൂലിക്ക് കൊടുത്താൽ ചിലപ്പം എഴുതിയത് മാറ്റുമോ നിയമങ്ങൾ മാറ്റുമോ ഒക്കെ ചെയ്യാം. ഇവിടെ ഒന്നും പറ്റത്തില്ല അല്ലേ ചേട്ടാ? ഇവിടെ എല്ലാം ലീഗലാണ്. ഒന്നും പറ്റില്ല, എല്ലാം ലീഗലാണ്, എല്ലാം ലീഗലാണ്. ഒരു കാരണവശാലും ഒന്നും പറ്റില്ല. അങ്ങനെ ആരും ചിന്തിച്ചേ ചെയ്തേക്കരുത്. അപ്പം വില്ലും എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് നമ്മൾ എഴുതി വയ്ക്കാനുള്ളവർ എഴുതി വയ്ക്കുക. അപ്പം അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നിങ്ങൾക്ക് ഇത് ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ കമൻസ് അനുസരിച്ച് ക്വയറിക്ക് അനുസരിച്ച് നമുക്ക് വേറെ സബ്ജക്റ്റ് ചെയ്യാം. അപ്പം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മാത്യച്ചേട്ടന് പ്രത്യേകം നന്ദി. അപ്പോൾ താങ്ക് യു. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ബൈ. താങ്ക് യു. ബൈ.